السلام عليكم. الحمد لله الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. ബഹുമാന്യ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിലെ രണ്ടാം പത്തിലേക്ക് നാം പ്രവേശിച്ചു. അൽഹംദുലില്ലാഹ്. നമ്മൾ അല്ലാഹുവിന്റെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ ആ കൂലിയും പടച്ചോൻ തരും, തരട്ടെ, കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പത്തിലാണ് ഇഅ്തികാഫ് ഇരിക്കാറുള്ളത്. മരിക്കുന്ന കൊല്ലം 20 ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരുന്നു എന്നുള്ളത് ഹദീസിലാണ്. നമുക്ക് ഏതായാലും ഇപ്പം കുറെ നേരം ഒരു ദിവസം മുഴുവൻ ഇരിക്കാൻ കഴിയില്ല, അല്ലെ? അപ്പൊ ഇരിക്കുന്ന സമയം അത്രയും പടച്ചോനെ ഒരു ഇഅ്തികാഫിന്റെ കൂലി ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുക. മാലിക് യൗമിദ്ദീനായ പടച്ചോനാണ്, പടച്ചോൻ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ച് നോമ്പ് അതുകൊണ്ട് ലക്ഷ്യം പറഞ്ഞു ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു പറയുന്ന ഒരു വാചകമുണ്ട്. ശഅറു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ വമൻ ശഹിദ മിൻകും അശ്ശഅറ ഫൽയസും വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ർ വലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലക്കും തശ്കുറൂൻ. നമ്മളെ വിഷയം അതാണ്, ശുക്രിന്റെ പ്രാധാന്യം എന്നാണ് നമ്മുടെ ടോപ്പിക്, അല്ലെ? നോമ്പിനെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് നോമ്പിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും മര്യാദകളും ഇളവുകളും ഒക്കെ സൂചിപ്പിച്ചതിന് ശേഷം അല്ലാഹു ആ ആയത്ത് അവസാനിപ്പിച്ചത് ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ്. അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി. കോടാനുകോടി ജീവജാലങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ മനുഷ്യനെ എത്ര നല്ല രൂപത്തിലാണ് അല്ലാഹു പടച്ചിട്ടുള്ളത്. മനുഷ്യന്റെ ആകാരവും രൂപവും അതുപോലെ തന്നെ സൗന്ദര്യവും വിശേഷ ബുദ്ധിയും മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാക്കുന്നു. ഖുർആനിൽ പറഞ്ഞില്ലേ പടച്ചോനത്, വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ ഞാനിതാ ആദരിച്ചിരിക്കുന്നു. പടച്ച തമ്പുരാൻ മനുഷ്യവർഗത്തെ ആദരിച്ചു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ആ ആദരവിന് പകരമായി കൊണ്ട് അല്ലാഹുവോട് നമ്മൾ നന്ദി കാണിക്കണം. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് പരിധിയില്ല, അതിർത്തിയില്ല. ഒരു പേനയെടുത്ത് നമ്മളൊന്ന് എഴുതാൻ ശ്രമിച്ചാൽ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹം എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ പോലും നിങ്ങൾക്കതിന് കഴിയില്ല. നമ്മളിപ്പോഴും പായേരും ഇല്ലായ്മയും വല്ലായ്മയും കുറവുകളും നമുക്കുള്ള പോരായ്മകളും ഇങ്ങനെ വിളിച്ച് നമ്മളിങ്ങനെ പായേരം പറഞ്ഞു നടക്കുക. കിട്ടിയ അനുഗ്രഹം നമ്മൾ പറയില്ല.
വിശുദ്ധ ഖുർആൻ പറഞ്ഞതറിങ്ങള് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ വിളംബരം ചെയ്യുക. കിട്ടിയ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. ഇല്ലായ്മയെ കുറിച്ച് കാലിന് വേദന, അവിടെ വേദന, അവിടെ വേദന, അപ്പുറത്ത് വേദന, കുനിയാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ, കസാര വേണം ഇരിക്കാൻ നിസ്കരിച്ചാൻ, ഇങ്ങനെ പായരെ നമ്മൾ പറയുള്ളൂ. മെഡിക്കൽ കോളേജിന്റെ വാർഡിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ, നമ്മളൊന്ന് സന്ദർശിച്ചാൽ, അവിടെ കിടക്കുന്ന വർഷങ്ങളായി കിടക്കുന്ന എത്രയോ രോഗികളുണ്ട്. അൽഹംദുലില്ലാഹ്, എനിക്ക് നടക്കാൻ കഴിയുന്നു, എനിക്ക് ഇരിക്കാൻ കഴിയുന്നു, എനിക്ക് എന്റെ പ്രാഥമികമായ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നു. മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും നമ്മൾ പറയണം എന്ത്? അൽഹംദുലില്ലാഹ് എന്ന് പറയണം. കാണാൻ കണ്ണുണ്ട്, കേൾക്കാൻ ചെവിയുണ്ട്, ചിന്തിക്കാൻ ബുദ്ധിയുണ്ട്. ഇതൊന്നും ഇല്ലാതെ എത്ര ആൾക്കാർ, കണ്ണില്ലാത്ത ആൾക്കാർ തപ്പിത്തടഞ്ഞിങ്ങനെ നടക്കണില്ലേ? കേൾക്കാൻ അറിയാത്ത ആളുകൾ, അല്ലെ കേൾക്കാൻ സാധിക്കാത്ത ആളുകൾ ആംഗ്യ ഭാഷയിലൂടെ തന്റെ മനസ്സിലുള്ള ആശയവിനിമയം മറ്റുള്ള ആളുകളുമായി നടത്തുന്ന പ്രയാസം നമ്മൾ കാണില്ലേ? അൽഹംദുലില്ലാഹ്. അവനാന്റെ ബെഡിന്ന് രാവിലെ എഴുന്നേൽക്കാനും അവനാന്റെ അന്നത്തേക്കുള്ള ഭക്ഷണം കഴിക്കാനും അവനാന്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനും സാധിച്ചാൽ അവനാണ് ഈ ഭൂലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ആ ഭാഗ്യവാൻ നമ്മൾ പെട്ടിട്ടില്ലേ? ഹുവല്ലദീ അൻശാകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. ഹുവല്ലദീ അൻശാകും, അല്ലാഹുവാണ് നിങ്ങളെ പടച്ചത്. വജഅല ലക്കുമുസ് സമഅ, അവൻ കേൾവി തന്നിട്ടുണ്ട്. വൽ അബ്സാറ, കാഴ്ച തന്നിട്ടുണ്ട്. വൽ അഫ്ഇദ, ബ്രെയിൻ തന്നിരിക്കുന്നു, ബുദ്ധി തന്നിരിക്കുന്നു. ഖലീലം മാ തഷ്കുറൂൻ, കുറച്ചൊക്കെ തന്നെ കാണിക്കുന്നുള്ളൂ. നാളെ പരലോകത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാല് നമ്മുടെ നന്മ തിന്മകൾ തൂക്കിക്കണക്കാക്കുന്ന ക്ലാസ്സിൽ ഏറ്റവും കനം തൂങ്ങുന്ന വാചകധാരങ്ങള് ഏതാ? ഞാൻ സാധാരണ ഇങ്ങനെയല്ല ക്ലാസ് എടുക്കല്. എനിക്ക് എന്റെ ഓഡിയൻസിനൊക്കെ മുന്നേ കിട്ടണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പാസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഉറങ്ങാനും നിങ്ങളെ മറ്റുള്ള ലോകത്തേക്കൊന്ന് പോകാനും ഞാൻ അയക്കില്ല. ഇപ്പൊ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമ്മള് ഓണം എന്ന് പറഞ്ഞ മാതിരി എല്ലാ രൂപത്തിലൂടെ പോവാൻ പറ്റും, അല്ലെ? ഏറ്റവും കനം തൂങ്ങുന്ന വാചകത അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. നന്മ തിന്മകൾ തൂക്കിക്കണക്കാക്കുന്ന ത്രാസിൽ ഏറ്റവും കനം തൂങ്ങുന്ന വാചകം അൽഹംദുലില്ലാഹ്. നമ്മൾ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹ് പറയുന്നുണ്ടാവും. എങ്ങനെയുണ്ട്? ഒരുവിധം തട്ടിമുട്ടിയൊക്കെ പോണ്, കുഴപ്പമില്ല, അങ്ങനെയല്ലേ പറയാം, അല്ലെ? അൽഹംദുലില്ലാഹ് റാഹത്താന്ന് പറയുമ്പോള് എപ്പോഴാണ് ഇങ്ങനെ പറയുള്ളൂ. നന്മ ആരും പറയില്ല. ഖുർആൻ പറഞ്ഞതോ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് മറ്റുള്ള ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് ഖുർആൻ. ഈ ദൃഷ്ടിബുദ്ധികൾ ആലോചിച്ച് കാഴ്ച, നമ്മള് ഒരു ക്യാമറയെന്ന് ഒരു പിക്ചർ എടുക്കുകയാണെങ്കിൽ ദൂരമുള്ള ഒരു സംഗതി സൈറ്റ് കിട്ടണമെങ്കിൽ നമ്മള് അതിന്റെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യണം, വേണ്ടേ? നൈറ്റിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നൈറ്റ് മോഡ് വേണ്ടേ? വേണ്ടേ? നമ്മൾ ഈ കണ്ണുകൊണ്ട് നിങ്ങൾ ആലോചിച്ചുകൊണ്ട് എത്ര പെട്ടെന്നാണ് ഇതിന്റെ റെറ്റിനയിൽ അതിന്റെ ക്യാമറ അള്ളാഹു ക്രമീകരിച്ചത്. നിങ്ങള് നല്ല വെയിലുള്ള സമയത്തെ ആ വെയിലത്ത് നിന്ന് കേറിയാലേ അകത്ത് കയറിയ പറയില്ലേ, വെയിലത്ത് നിന്ന് വന്നൊരു കണ്ണ് കാണില്ല, അല്ലെ? ആ വെയിലത്ത് കൂടെ വന്നിട്ട് എന്താ കാരണം? എന്തെങ്കിലും കാരണം? അതായത് നമ്മള് നല്ല വെളിച്ചമുള്ള ഒരു പ്രദേശത്തോടു കൂടി നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ആ വെളിച്ചത്തെ ക്രമീകരിക്കുവാൻ നമ്മുടെ റെറ്റിന ഉണ്ടല്ലോ ചെറുതാവും, കൈക്ക് പ്രകാശം കടത്തിവിടാൻ. ഇരുട്ടുള്ള വെളിച്ചം കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ റെറ്റിനൊന്ന് വലുതാകുന്ന സമയം അത്രയും നമുക്ക് എന്ത് അനുഭവപ്പെടും? ചെറിയൊരു ഇരുട്ട്. നമ്മളിതൊന്ന് ആലോചിക്കുന്നതൊക്കെ അങ്ങനെ സെൽഫ് കൺട്രോൾഡ് ആണ്. നമ്മളറിയാതെ നമ്മളെ അതിലേക്ക് ശ്വസിക്കുന്നു, ശ്വാസം വിടുന്നു, എടുക്കുന്നു, അല്ലെ? ഇതിന്റെ വില നമ്മൾ മനസ്സിലാക്കൂല. എപ്പോഴാ ഓക്സിജന്റെ വില മനസ്സിലാക്കുക? ഏതെങ്കിലും ഹോസ്പിറ്റലില്
വെന്റിലേറ്ററിലൊക്കെ കിടത്തേണ്ടി വന്നാല് 2-3 ദിവസം ബാപ്പ ശ്വസിച്ചതിന്റെ ബില്ല് വരുമ്പോഴാണ് അന്തമിടുന്നത്. ഈ ആയുസിൽ എത്ര ഓക്സിജൻ നമ്മൾ സ്വീകരിച്ചു, വില കൊടുത്തോ? ഇന്നലെ മാർച്ച് 22 അന്താരാഷ്ട്ര വാട്ടർ ഡേ, അന്താരാഷ്ട്ര വേൾഡ് വാട്ടർ ഡേ ആയിട്ട് ആചരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വെള്ളത്തെ കുറിച്ച് ഖുർആൻ ചോദിക്കുക, അഫറൈതും മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആലോചിച്ചോ? 2 ഹൈഡ്രജൻ കണവും 1 ഓക്സിജൻ കണവും കൂടിച്ചേർന്നാൽ ജലമായി എന്നാണ് ശാസ്ത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നത് സയൻസില്. H2O, 2 ഹൈഡ്രജൻ കണവും 1 ഓക്സിജൻ കണവും കൂടിച്ചേർന്നാൽ വെള്ളമായി. ഉണ്ടാക്കിക്കൂടെ? നമ്മൾ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിന് എത്ര വില കൊടുക്കേണ്ടി വരും? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ വലിയ അസ്ഥി മക്കാരയുടെ തൊടലില്, എന്റെ ഈ തൊടലിലൊക്കെ പൊട്ടിയത് ഒരു ആക്സിഡന്റ്. അള്ളാന്റെ അനുഗത്തവങ്ങളെ മുമ്പിൽ നിൽക്കുക. അൽഹംദുലില്ലാ, ഞാൻ പൊട്ടിയത് പറയാനില്ല, അൽഹംദുലില്ലാ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അതൊരു ബൈക്ക് വന്നപ്പോൾ ഞാൻ വരുന്നത് കൂത്തുപറമ്പ്, ഇന്നലെ കുത്തുബ കഴിഞ്ഞ് രാത്രി ക്ലാസ് കഴിഞ്ഞ് രാവിലത്തെ സുബഹിത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് 4.5 മണിക്കൂർ ബൈക്കുമ്മ പുരി വൈല് വരികയാണ്. ഞാൻ വന്നത് കാണിക്കാനല്ല, അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹമാണ്. കാരണം നിങ്ങൾ ആലോചിച്ച്, ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാല് പിന്നെ വണ്ടി ഓടിക്കാൻ കഴിയില്ല. കഴിയോ? പേടി വന്ന് മനസ്സിൽ കയറി കഴിഞ്ഞാല് നിന്റെ ബോധം പഠിച്ചു. പക്ഷെ അത് എനിക്ക് തന്ന അനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് കിട്ടിയ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങള് സംസാരിക്കണം. നമ്മുടെ ചെവിയില് ഏറ്റവും ചെറിയ അസ്ഥി ചെവിയിലാണ്. എവിടെ? എപ്പോഴും ആലോചിച്ചോ? ചെവിയിൽ ഇങ്ങനെ ചെപ്പിത്തോണ്ടിട്ട് ഇങ്ങനെ മാറില്ലേ? അത് ആ പാടണ കുട്ടിയെ പോയി. അതിനോട് ചേർന്ന് 3 അസ്ഥികള് അതിങ്ങനെ തമ്മിൽ പ്രകമ്പനം കൊണ്ടിട്ടാണ് നാം ഈ ശബ്ദമൊക്കെ കേൾക്കുന്നത്. ഇത് അല്ലാഹു തന്ന അനുഗ്രഹല്ലേ? അല്ലേ? ഇത് കേൾക്കാത്ത ആളുകൾക്ക് കൃത്രിമമായിട്ട് ചെവിയില് അല്ലെ മെഷീൻ ഫിറ്റ് ചെയ്യണ്ടേ? ഇപ്പൊ ചെവി കേൾക്കാത്തോനെയും ചെവിയിൽ ഇയർഫോൺ വെച്ച ആൾക്കാരും കണ്ടാൽ ആരാകുമ്പോ ചെവിയെ കത്തുന്ന അറിയില്ല. ഒക്കെ ബ്ലൂടൂത്ത് അല്ലേ, വള്ളിയും നാരും ഒന്നും കാണൂല. ചിലപ്പോ ഇങ്ങനെ വർത്താ അങ്ങനെ തന്നെ. മുമ്പ് ഭ്രാന്തന്മാരെ തിരിച്ചറിയില്ലേ? ഇപ്പൊ ഒരു ബൈക്ക് കൂടെ പോയി കഴിഞ്ഞാല് ഭ്രാന്തന്മാരാരാന്നറിയില്ല. നമ്മൾ ചെവിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. എന്താ അല്ലേ? കാലം പോയൊരു പോക്ക്, കാലത്തിന്റെ പോക്ക. എല്ലാം തലതിരിഞ്ഞ്. മുമ്പ് നമ്മളെല്ലാവരും എവിടെ പോയാലും ഭക്ഷണം കഴിക്കാൻ എങ്ങോട്ട് വന്നിന്? പെരേക്ക്. ഇപ്പം ഭക്ഷണം കഴിക്കാൻ എല്ലാവരും പുറത്തു പോകും. നമ്മള് പിന്നെ ഒഴിവാക്കാൻ അങ്ങോട്ട് പോയിന് പുറത്തേക്കല്ലേനോ? എല്ലാവരും പോയി ഒന്നിച്ച് എങ്ങനെ ഏതുവരെ പോകും? മൈലേജ് തീർന്ന അവിടെ ഇരിക്കുമ്പോൾ അപ്പോഴും ഇവിടെ അമ്മ ഇരിക്കണ്ട, അവിടെ ലെമൺ ഉണ്ടാവും, എല്ലാരും കൂടി അവിടെയും കൂടിയൊക്കെ പറമ്പില് അല്ലേ? ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ ആൾക്കാർ പുറത്തേക്ക് പോവുക. ഒഴിവാക്കാനോ? കാലം പോയി. മുമ്പ് തിരിച്ചല്ലേനോ? ഒഴിവാക്കാൻ പുറത്തു പോയിരുന്നു. ഭക്ഷണം കഴിക്കാനും മുമ്പ് എല്ലാവരും കൂടി വട്ടത്തിൽ ഇങ്ങനെ. എനിക്ക് ഓർമ്മ ഉണ്ട്, എന്റെ വല്യാപ്പൊക്കെ ഉള്ള സമയത്ത് വലിയൊരു വായന്റെല കൊണ്ടുവച്ചിട്ട് ചോറ് മുഴുവൻ അയക്കാണ്ട് കൊണ്ടുപോയിട്ട് കൊട്ടും. എന്നിട്ടോ എല്ലാരും കൂടി വട്ടത്തിരുന്ന് തിന്നു. ഇപ്പം അമ്മ തിന്നേന്റെ ബാക്കി മക്കള് തിന്നോ? എനിക്കണ്ടാ. നിങ്ങൾ കുടിച്ച വെള്ളം കൊടുത്തേക്കാണ്. കുടിച്ചോ? മുമ്പൊക്കെ നമ്മള് വായിലിട്ടിട്ട് ചവച്ച് നമ്മളെ കുട്ടിയൊക്കെ ഇറച്ചിയും അതുപോലെ വായിക്കല്ലേ ചിപ്സ് കൊടുത്തില്ലെന്നോ? ഇപ്പോഴോ? കാലത്തിന്റെ പോക്കാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക ലോകം ആകെ തല തിരിഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ എണ്ണവും വ്യാപ്തിയും അറിയണമെങ്കിൽ താഴത്തേക്ക് നോക്കണം. 5ന്റെ കൊട്ടരൊന്നും താഴത്തേക്ക് വീണാല് താഴത്തേക്കന്നെ നോക്കൂല, പോണ വൈക്ക് പോയിക്കോട്ടെ അല്ലെ? അങ്ങനല്ലേ? കുനിയാൻ വയ്യേ. ആരോഗ്യ വിദഗ്ധരായ ആൾക്കാർ പറഞ്ഞ തരങ്ങള് നാക്കാലി പലകം ഇരുന്നാണ്ട് ചോറിക്കണം, ഭക്ഷണം കഴിക്കണം. നാക്കാലി പറഞ്ഞ അറിയോ? 4 കാലി ഇറങ്ങി മനസ്സിലാവും. 4 കാലി പലകാരണം പ്രായമുള്ള ആൾക്കാർ ചോദിച്ചു നോക്കി. 4 കാലുള്ളൊരു പലക ഉണ്ടായിരുന്നു. അതിലിരുന്നാലും എന്താ വയറിങ്ങനെ ചുരുണ്ടേക്കുള്ളൂ. ഇപ്പോഴോ നീണ്ടു നിർന്നു ഇങ്ങനെ അല്ലേ? നമ്മുടെ ആമാശയത്തിന്റെ 2 ഭാഗം ഭക്ഷണവും 1 ഭാഗം ഒഴിവും 1 ഭാഗം വെള്ളവും അല്ലേ? ഇപ്പോഴോ ഒന്നായിട്ട് അടിച്ചാണ് കയറ്റിയിട്ട് 4 ഭാഗവും ഭക്ഷണം, വെള്ളം ബ്ലും 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 നടക്കുമ്പോ ആലോചിച്ച് നോക്കി.
ചില ആൾക്കാർ നോമ്പറിന് അങ്ങനെ ഇളും ഇറങ്ങി നടക്കണ്ടാവും. ആമാശത്തിൽ എവിടെ നിൽക്കണ്ടേ? മുമ്പ് ഒരു കോഴിക്കോട്ടുകാരൻ പറഞ്ഞു, നോമ്പ് ഇറന്നു കഴിഞ്ഞാണല്ലോ അടിച്ചാണ്ട് കയറ്റിട്ട് വല്ല റെയിൽവേ ഗേറ്റ് തുറന്നമായിരുന്നു മുമ്പ് പറഞ്ഞിന്. ഇപ്പൊ ഒന്നുമല്ല, മുല്ലപ്പെരിയാർ തുറന്നമായിരുന്നു. ഇടതടവില്ലാതെ ഇങ്ങനെ പോവുക. അമുസ്ലിം സുഹൃത്ത് പറയാ, മുസ്ലിങ്ങളുടെ നോമ്പ് മാപ്പിളാരെ നോമ്പ് എന്ത് എളുപ്പ, മായിരിപ്പാൻ കൊടുത്ത തുടങ്ങിയില്ലേ ഓരോ തീറ്റ, പിന്നെ സുബയ്യാങ്ക് വരെ ഇടതടവില്ലാതെ ഇതാണ് പണിയുന്ന. ഇങ്ങനെ ഓല് മനസ്സിലാക്കിയത്. കോഴിക്കോട്ടുകാരൻ പറഞ്ഞു, മൂക്കിണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അറച്ചും പത്തിരും വരുന്ന രൂപത്തില് അടിച്ചാണ് കയറ്റ. എന്താ ഈ മൂക്കറ്റ തിന്നേറണ? എന്താ മൂക്കറ്റ തിന്നേറണ? അതന്നെയാണ്. പിന്നെ നമുക്ക് തറാവിസ്കരിച്ചാൽ കഴിയോ? അങ്ങനെ ഞമ്മളിപ്പോ ഇങ്ങനൊക്കെ ഭക്ഷണം അടിച്ചു കയറ്റല്. ഞാൻ ഇപ്പൊ ഇന്നലെ കണ്ണൂർ ചെന്നപ്പോണ്ട് നോമ്പ് തുറന്ന് പിന്നെ ഭക്ഷണമില്ല, നമ്മളിങ്ങനെ ഇരിക്കുക. നമ്മളെ ഇറച്ചിയും പത്തിരിയും അതുപോലെ തന്നെ എല്ലാത്തിനും. അപ്പൊ എന്താ പറയുക, പിന്നെ തറാവി കഴിഞ്ഞിട്ടാണ് 10 മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളെ കിട്ടുപോയിന് അപ്പത്തിനൊരു ഇതായിണ്ടാവും, പെരന്റെ ഉള്ളിലതും ആയിണ്ടാവും. നമ്മളും കേട്ടോ എര വിഴുങ്ങിയ പാമ്പിനെ പോലെ നമ്മൾ നിസ്കരിക്കണേ. എവിടോ ഏതോ ലോകത്തേക്കാണ് ശ്രദ്ധ. ചിലപ്പോ ഉണ്ടാവും ഇങ്ങനെ ആമീന്ന് അറിയണ്ടാവും. അവന്റെ ബോധി ഇത് പാർട്ടിയാണെന്നാ. ഏതോ ലോകത്തേക്കാരോ ഒരു ചങ്ങായിന്റെ അള്ളാഹു ഒക്കെ കുറച്ചിട്ട് ഇങ്ങനെ മുപ്പര് അത്തയ്യാത്തത് വജ്ജത്തിന് പകരം ചെല്ലി എന്താണ് വജ്ജത്ത് വജ്ജയില്ലതി ചെല്ലിനു പകരം അത്തയ്യാത്തു കേട്ടോ. തമാശക്ക് പറയണമെന്നല്ല, ഇപ്പത്തെ കാലാണ്. ഇപ്പത്തെ ജനറേഷൻ തരങ്ങള് ഫോൺ ഇങ്ങനെ സൈലന്റ് ഇട്ടിട്ട് സുജൂദിലെത്തുമ്പോഴേ ഇത്ര ബോധമുള്ളൂ, ഞാൻ നിസ്കരിച്ചാണ്. ഏത് പതുക്കെ ഫോണിൽ കൂടെ ഇപ്പൊ തറാവി നടക്കുമ്പോ പിറകിലൂടെ ഉരുണ്ട് മറിഞ്ഞ് കിടക്കുന്ന കുട്ടികൾ വിക്രസ് കളിക്കുന്ന വീഡിയോകളിൽ സൂക്ഷ്മയിൽ കാണുക. നല്ല തണുപ്പല്ലേ? രണ്ടാമത്തെ നിലയിലാണ് ഈ പറയും വേണ്ട. ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും എല്ലാം തന്നെ തോണ്ടല്ലേ. മുമ്പ് തോണ്ടല് 100 ഇട്ടാനാ, 200 അടക്കിയും വെറ്റിലും ആ കൂട്ടത്തിൽ 100 തോണ്ടാണ്. ഇപ്പോഴോ തോണ്ടി തന്നെ മാന്തി തന്നെ എല്ലാരും സമൂഹമായിട്ട് തോണ്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് താഴോട്ട് നോക്കാൻ പഠിക്കണമെന്നാണ്. നമ്മളെല്ലാരും മേപ്പെട്ട നോക്കുക. പിന്നെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റൂസ കഴിഞ്ഞിട്ട് പിന്നെ വീട് കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ നമ്മളെ പെണ്ണുങ്ങൾക്ക് ഉണ്ട്, പഠിച്ചോനെ എന്തോരം അടുക്കളട്ടോ, എന്തോരം സൗകര്യല്ലേ, നമ്മളൊരു വിദ്യ ഇങ്ങനല്ലേ പറയാ അല്ലേ? നിങ്ങളെക്കാളും ജീവിത നിലവാരം കുറഞ്ഞ ആളുകളിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. മുകളിലേക്ക് നോക്കിയിട്ടല്ല ജീവിതം വളക്കേണ്ടത്. ഈ ഹദീസിന്റെ അവസാനം എങ്ങനെ അറിയങ്ങള്, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ വ്യാപ്തിയും വിശാലതയും മനസ്സിലാക്കണമെങ്കിൽ എങ്ങോട്ട് നോക്കണം? താഴത്തേക്കോ? നമ്മളെങ്ങനെ നോക്കല്? താഴത്തേക്ക് നോക്കോ? അൽഹംദുലില്ലാഹ്, ഇതെങ്കിലും ഉണ്ടല്ലോ ഒരു പേരമ്മക്ക്. മഴയുടെ പുറത്തേക്ക് പോകല്ലോ, വെയിലറച്ച ഉള്ളിക്ക് വരൂലല്ലോ. എനിക്കൊക്കെ എന്റെ ചെറുപ്പകാലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാല് പെരയിൽ വെള്ളം മുക്കല, ചോർന്ന് ഒലിച്ചിട്ട് അവസാനം വെള്ളം മുക്കി കുടുങ്ങി അവസാനം വലിയൊരു കമ്പിടുത്ത് ഒറ്റ ഓട്ടം ഉണ്ടാക്കി. അവിടെ ആണ് പോയിക്കോട്ടെ, മുക്കിയിട്ട് വെച്ചുള്ള പാത്രം ഈയും വെച്ചു. അല്ല, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാറില്ല? പണ്ടത്തെ ആളുകൾക്ക് ഓർമ്മ ഉണ്ടാറില്ല. ഇപ്പോഴല്ലേ നിങ്ങൾ ആലോചിക്കണേ? ഇപ്പോഴാണ് വാർപ്പും പിന്നെ അതിന്റെ മേലെ ഓടും പിന്നെ അതിന്റെ മേലെ പെയിന്റും ഒക്കെ. മുമ്പ് എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് വെള്ളം പുറത്തു കണ്ട് പോയാൽ മതി. അപ്പൊ താഴത്തേക്ക് നോക്കാൻ പഠിക്കണം എന്നാണ്. ഇബ്രാഹിം നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, നിഅമത്ത് നൽകപ്പെട്ട അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുന്ന പ്രവാചകനായിരുന്നു ആര്? ഇബ്രാഹിം നബി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം പ്രബോധനം നടത്തിയ നൂഹ് നബിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. അദ്ദേഹം നന്ദിയുള്ള ഒരു അടിമയായിരുന്നു. 950 കൊല്ലം പ്രബോധനം നടത്തിയിട്ടും സ്വന്തം ഭാര്യയെയോ സ്വന്തം മകനെയോ ഇസ്ലാമിലേക്ക് തൗഹീദിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാതെ ജലപ്രളയത്തിലൂടെ അവരെ നശിപ്പിക്കപ്പെട്ട് എന്നിട്ടും ഒഴുക്കിനെതിരെ നീന്തിയ ആ പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണ്, അദ്ദേഹം നന്ദിയുള്ള അടിമയാണ്.
കാലിൽ നീര് വന്ന് പ്രവാചകന് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയാതിരുന്നിട്ടും പ്രവാചകൻ സുദീർഘമായി നമസ്കരിക്കുന്ന രംഗം കണ്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, വരാനിരിക്കുന്ന പാപങ്ങളും കഴിഞ്ഞ പാപങ്ങളും പൊറുത്തപ്പെട്ട സ്വർഗത്തിൽ ഒന്നാമതായി പ്രവേശിക്കുന്ന അങ്ങെന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? എന്തിനാണ് പ്രവാചകരെ? വസീല ഫളീല എന്ന സമുന്നതമായിട്ടുള്ള പദവി സ്വർഗത്തിൽ അങ്ങേ കാത്തിരിക്കുന്നു, നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത് പ്രവാചകരെ? എന്ത് പ്രവാചകൻ പറഞ്ഞത്? എന്ത് പ്രവാചകൻ പറഞ്ഞത്? അഫല അകൂന അബ്ദൻ ശുക്റ. ആയിഷ പറഞ്ഞതൊക്കെ ശരി തന്നെ, ഞാനൊരു നന്ദിയുള്ള അടിമയായിക്കോട്ടെ ആയിഷ. ഒരു നന്ദിയുള്ള, നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ആദ്യത്തെ ദിവസമുള്ള ആദ്യത്തെ 2-3 ദിവസമുള്ള തിരക്കും പള്ളിയിലുണ്ടാ? തറാവീന് ഉണ്ടാ? കുറഞ്ഞു വരുന്നില്ലേ? അവസാനം ഇമാമ് ആരെങ്കിലും ഒരാൾ പറഞ്ഞെങ്കിൽ ഇപ്പൊ നിസ്കാരം തുടങ്ങിയനി എന്നുള്ള കൃത്യാണ്. ശരിക്കും എന്താ വേണ്ടിയിരുന്നത്? അവസാനത്തേക്ക് ആള് കൂടിയല്ലേ വേണ്ടത്? ലൈലത്തുൽ ഖദ്ർ അവിടല്ലേ? അവസാനത്തെ 10 ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നാല് ഏതെങ്കിലും നെക്സ്റ്റേഷന് കണ്ടുപോണ്ടിരും. നമ്മളെ ചിന്ത മാറിയില്ലേ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു രാത്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടും 83 കൊല്ലം നമ്മൾ ചെയ്താൽ കിട്ടാത്ത പുണ്യം ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടും അത് ചെയ്യാനുള്ള മനസ്സ് എന്ത് നമുക്കില്ലാതായത്? നന്ദിയില്ലാത്ത വർഗമായി മാറിയ മതി. എത്ര കിട്ടിയാലും മതിയാവൂല. ഇപ്പൊ ഇതില് കുറെ പ്രവാസികളുണ്ട്. ഞാനൊരു പ്രവാസിയോ പ്രയാസി എന്ത് പറഞ്ഞാലും വേണ്ടില്ല. കുറെ കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. എത്ര കൊല്ലത്തിന് നിങ്ങൾ ആദ്യം പോയിന്? സത്യം പറയാവോ? എത്ര കൊല്ലത്തിന് പോയിന്? 2 കൊല്ലത്തെ എഗ്രിമെന്റ് വിസ അല്ലെ? കുറച്ച് കടമൊക്കെ ഉണ്ട്, കുട്ടികളെ കെട്ടിച്ച വകയില്, അല്ലെ പെരണ്ടാക്കിയ വകയില്, അതല്ലെങ്കിൽ അങ്ങ ഇത് തീർക്കാൻ വേണ്ടി പോയതാ. ഇപ്പോഴോ 10, 20, 30, 40 കൊല്ലം ജീവിച്ച് അവസാനം അറബി പറഞ്ഞു 60 വയസ്സ് കഴിഞ്ഞവർക്ക് വിസ അല്ലാന്ന് പറഞ്ഞപ്പോ കരഞ്ഞു പോരാ. പോയിന് എത്ര കൊല്ലത്തിന്? 2 കൊല്ലം. ആരെങ്കിലും മതി എന്ന് പറയണോ? മുതല് മതി എന്ന് പറഞ്ഞിട്ടുണ്ടാ? അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഹ്റുമു ബിനു ആദമു വയശുബ്ബു ഇസ്നാൻ. ആദമിന്റെ മകന് പ്രായമാകും തോറും യുവത്വം പ്രാപിക്കുന്ന 2 സ്വഭാവങ്ങളുണ്ട്. പ്രായം എങ്ങനാവും? നരമ്പൊക്കെ ചൊക്കിച്ചുളിഞ്ഞ്, അല്ലെങ്കിൽ എല്ലൊക്കെ ക്ഷയിച്ച്, സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് ജീവച്ഛവമായി നടക്കുമ്പോഴും ആരോഗ്യം പ്രാപിക്കുന്ന 2 സ്വഭാവമുണ്ട്. ഒന്നേതാ? അൽ ഇർസു അലൽ മാൽ, സമ്പത്തിനോടുള്ള അമിതമായ ഇഷ്ടം. എത്ര കിട്ടിയാലും നിങ്ങളിപ്പോ ഒരു നാട്ടിലിപ്പോ ഒരു റോഡ് വെട്ടാനോ, അതല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കൊണ്ടുപോകാനോ, ഒരു കനാലോ വെട്ടാനോ ഉണ്ടായാല് ആരാ തടസ്സം നിൽക്കുക? 5 സെന്റ് തരണ, 10 സെന്റ് തരണ, ഏക്കറ കണക്കിന് മുതലുണ്ടായ ആചാര്യകാരം എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, എന്റെ വണ്ടിന്റെ വരേക്ക് എത്തും. ആലോചിക്കണേ അല്ലേ? ഉമറുല്ലാന്ന് പറഞ്ഞതറിയോ? ഇതേ രൂപത്തിൽ കനാൽ വെട്ടാൻ വേണ്ടി തടസ്സം നിന്ന ഒരാട് പറഞ്ഞു, നിന്റെ വയറ്റത്തിൽ കൂടിയാണ് വെട്ടി കനാൽ കൊണ്ടാൻ വെച്ചെങ്കിൽ ഉമർ വെട്ടുന്ന് പറഞ്ഞു. അനുഗ്രഹങ്ങൾ കൂടുന്തോറും കാറൂന്റെ സ്വഭാവം, കാറൂനെ പറ്റി പറഞ്ഞില്ലേ? ഹാറൂനല്ല, കാറൂൻ അറിയപ്പെട്ട ധനാഢ്യന. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ശേഖരം സൂക്ഷിച്ചു വെച്ച താക്കോലുകളില്ലേ, അത് ഏറ്റാൻ തന്നെ മല്ലന്മാരായിട്ടുള്ള ഒരു കൂട്ടം യുവാക്കൾ താക്കോലേറ്റാൻ. താക്കോല് മൂപ്പരെന്ന് പറഞ്ഞ്, ഇത് ഞാൻ കരുതിയ മാതിരി ചെലവാക്കുക, ഇതിന്റെ മുതല, ഇതിലാരും ഇടപെടണ്ട. ബാപ്പാനോടും ഉമ്മാനോടും ഒക്കെ എങ്ങനെ പറയാം, ഇതിന്റെ മുതല, അതിലാരും ഇടപെടണ്ട. ആലോചിക്കണേ, ഒരു ദിവസം നേരം വെളുത്തുകയപ്പോ കാറൂനില്ല, കാറൂന്റെ കൊട്ടാരങ്ങളില്ല, മുതലില്ല, പത്തിരിന് മറിച്ചിടണമാതിരി അല്ലെ, പിന്നെ ആംബ്ലേറ്റിന് മറിച്ചിടണമാതിരി അടിയത്തെ ഭാഗം മുഖത്ത് കണ്ടുപോകും. പടച്ചോൻ കരുതിയാല് ഇത്ര പണിയുള്ളൂ. നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നീ മറ്റുള്ള ആളുകളോട് നന്മ ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തോട് പറഞ്ഞിങ്ങനെ കാണാം. അവിടുത്തെ പണ്ഡിതന്മാര് പറഞ്ഞു നോക്കി, പക്ഷെ കേട്ടില്ല. സഹോദരങ്ങളെ, ഏറ്റവും വലിയ പരീക്ഷണത
ഏതാ? ഫിത്നത്തു ഉമ്മത്തി അൽമാൽ, എന്റെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം മുതലാണ്, സമ്പത്താണ്. മാല അറന്തര ചാഞ്ഞൂന മാ യമീലുലിഹിന, പൈസ ഉള്ളിടത്തേക്ക് ചാഞ്ഞു പോകും. പൈസ ഉള്ളിടത്തേക്ക് നമ്മളറിയാതെ മാല എന്ന് പറഞ്ഞ, മാല പറഞ്ഞ ചാഞ്ഞെടുക്കണ അല്ലെ, മാല അൽമാലു പറ അങ്ങോട്ട് ചാഞ്ഞു പോകും. ആദമിന്റെ മകന് സ്വർണം കൊണ്ടുള്ള 2 താഴ്വര കൊടുത്താലും ലബ്താലിസൻ, മൂന്നാമത് ഒരു താഴ്വര കൂടി കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കും. ആദമിന്റെ മകന് മണ്ണ് കൊണ്ടല്ലാതെ അവന്റെ ആഗ്രഹങ്ങൾക്ക് ആർത്തിക്ക് വിരാമമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒന്ന് മുതലിനോടുള്ള ആർത്തി. രണ്ടാമതോ ആരോഗ്യം പ്രാപിക്കുന്ന, യുവത്വം പ്രാപിക്കുന്ന രണ്ടാമത്തെ സ്വഭാവം എന്താണ്? അൽ ഇർസു അൽ ഉംർ, ആയുസിനോടുള്ള ആഗ്രഹം. അവിടെയും ഇവിടെ നേരത്തൊക്കെ കാണുമ്പം ആ നേരമില്ലാതാക്കാൻ നമ്മൾ മുന്നിൽ പോണ വണ്ടി ഇൻഡിക്കേറ്റർ എന്തിനാ വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട്, വണ്ടി വലത്തേക്ക് തിരിയാനാണെന്നല്ലേ. നമുക്ക് ഇവിടുന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട് എന്ന ഇൻഡിക്കേറ്റർ വന്ന് നമ്മൾ ഇൻഡിക്കേറ്റർ ഇല്ലാക്കാൻ നോക്കുക. തേച്ചും എനിക്ക് ഡൈ ചെയ്ത് അങ്ങനെ ഉഷാറായിട്ട് കുട്ടപ്പനായിട്ട് നടക്കുക. പടച്ചവന് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലെ, പോകാനായിട്ടുണ്ട്. തിരിച്ചു ചിന്തിക്കണം. ആസിബു കബുലാൻ തുആസബു, പടച്ച തമ്പുരാൻ നിന്നെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് സ്വയം ആലോചിക്കാൻ നേരം. അതിന് അടയാളങ്ങൾ വരുന്നത് പലതും, ചുക്കിച്ചുളിയലും പ്രഷറും. ഇപ്പൊ PSC പാസ്സായ ആൾക്കാരാ, സർക്കാരിന്റെ ഉദ്യോഗസ്ഥന് വേണ്ടി PSC പാസ്സായതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. പ്രഷറ്, ഷുഗർ, കൊളസ്ട്രോള് ഇല്ലാത്ത അറിയണ്ടോ? PSC പാസ്സാകാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ബാപ്പാക്കത് കൊടുക്കണ്ട, അപ്പുറത്ത് കൊടുത്തപ്പന് മധുരമില്ലാത്ത ചായപ്പെടുണ്ട് അല്ലേ? മുമ്പ് നിങ്ങൾ ആലോചിച്ചു കാര്യങ്ങള്. എന്റെ കുട്ടിക്കാലത്തൊക്കെ അത്ര വലിയ പ്രായം ആയിട്ടില്ല, എന്നാലും എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്ത് മധുരമില്ലാത്ത ചായ ഒരു ചെറുക്കന്റെ കഷ്ടം തരും കടിച്ചുവിട്ടാലും അല്ലേ? ഇപ്പോഴോ? ഇപ്പം ആവോളം സംഗതി ഉണ്ട്, പക്ഷേ തിന്നാൻ പറ്റില്ല. ഖുർആന്റെ ആയത്തിൽ നിങ്ങൾ ആയിരിക്കും ഫമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ക, അവന്റെ ഭക്ഷണം ഇടിക്കാറെന്താ? ഭക്ഷണം ഉണ്ട്, തിന്നാൻ പറ്റൂല. മധുരിടാത്ത ചായ, ഉപ്പിടാത്ത കഞ്ഞി അല്ലെ? ഇങ്ങനൊക്കെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ വരുന്ന, അതാണ് പ്രവാചകൻ 4 കാര്യത്തിൽ നിന്ന് അള്ളാഹുവോട് കാവൽ തേടുക. അതിൽ ഒന്നേ തരങ്ങള് വമിൻ നഫ്സില്ലാ യശ്ബഅ, മതി വരാത്ത മനസ്സ്. നമ്മളെ ജീവിതത്തിൽ സമാധാനം കിട്ടാൻ ഒറ്റമൂലിയുണ്ട്. നിങ്ങൾക്കറിയാം എന്താണ്? അയ്യോ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാ. എനിക്ക് പടച്ചോന് 4-ാം മാസത്തിൽ എനിക്ക് ജീവൻ നൽകിയപ്പോഴ് എന്റെ റബ്ബ് എന്താണോ തീരുമാനിച്ചത്, അതെ ഞാൻ യൂസുഫിനാവൂല, ഞാൻ വഹാബാവൂല, ഞാൻ ടാറ്റയും ബിർളയുമാവൂല. എന്റെ റബ്ബ് ആലോചിച്ച്, ചില ആൾക്കാർ ഗൾഫ് കൊണ്ടുപോയ വലിയ ധനാടിയന്മാര് വരും, ചില ആളുകൾ 10-60 കൊല്ലം നിന്നിട്ടും ഒന്നും ഉണ്ടാവില്ല, കുറച്ച് രോഗം. അവസാനം സ്വന്തം പെണ്ണുങ്ങൾ വെച്ച് അല്ല മനസ്സാ നിങ്ങൾ എന്ത് കണ്ടിട്ടാ പോന്നത്? ഒന്ന് അടങ്ങി പെരേല് വിശ്രമിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അഭിലാഷത്തോടെ കുട്ടിയേക്കും വേണ്ട, പെണ്ണുങ്ങൾക്കും വേണ്ട. കുറെ കാലം പ്രവാസ ലോകത്ത് നിന്ന് നാട്ടിലെത്തുമ്പം പെണ്ണുങ്ങൾക്കും വേണ്ട, കുട്ടിയേക്കും വേണ്ട. ഇതിലെ അവസ്ഥ. കാരണം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്വയം ചെയ്യാൻ പ്രാപ്തരായി. ഇതെന്താണ്? ഇതൊരു കരിയേപ്പില്ല. ആവശ്യം കഴിഞ്ഞാൽ കരിയേപ്പില പുറത്ത് എന്ന രൂപത്തിൽ പ്രവാസികൾ മാറരുത്. നമ്മൾ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളെ കുടുംബത്തിന് വേണ്ടി ചോര നീരാക്കി ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പണയം വെച്ച് തിരിച്ചു വരുമ്പോൾ അവരെ നല്ല മനസ്സോട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ മുന്നിൽ നിർത്താൻ നമ്മള് ഒന്നുമില്ലെങ്കിലും കയ്യിലൊരു വരുമാനമില്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അനുബന്ധമായിട്ട് പറയാം. നമ്മളൊക്കെ പറയാം നമ്മളെ മുതലേതാ? എന്റെ അടിമകൾ പറയുന്നു എന്റെ മുതല്. എന്താണ് അവന് ഈ ദുനിയാവിൽ നിന്ന് അവകാശപ്പെടാനുള്ളത്? സലാസുൻ, 3 മാത്രം. ഒന്നേതാ? അവൻ തിന്ന മുതല് അവന്റേതെന്ന് പറയാം. അവൻ ഉടുത്ത മുതല്, ഉടുത്ത് ദ്രവിച്ചു പോയത് അവന്റേതാണെന്ന് പറയാം.
അവൻ ധർമ്മം ചെയ്തുകൊണ്ട് ബാക്കിയാക്കിയ മുതലും അവന്റേതാണെന്ന് പറയാം. ഇത് മൂന്നും അല്ലാത്തത് മരിച്ച് കണ്ണട ചിമ്പിയ പിന്നെ ആരാ അതിന്റെ ഉടമ? ആരാണ് അതിന്റെ ഉടമ? പള്ളിക്ക് ഒരു വരിസംഖ്യ നിശ്ചയിച്ചിട്ട്, ഞാനൊരു പള്ളിയുടെ ഭാരവാഹിയായതുകൊണ്ട് എന്റെ അവിടുത്തെ സാഹചര്യം എനിക്കറിയാം, അത് മാത്രം കൊടുക്കാൻ കച്ച പൈസ ഉണ്ടാവില്ല. പേദലിന് എന്താ ഇവിടെ വില? 300-350 ഉറുപ്പിക കൊടുക്കണ്ടേ? കണ്ടേ? ഒരു മാസം നമ്മള് എത്ര ദിവസം നമ്മൾ ഇറച്ചിയും മീനും സംഖ്യ കൊടുത്ത് വാങ്ങണം. പക്ഷേ അള്ളാന്റെ ഭവനത്തിലേക്ക് നിശ്ചയിച്ച ചെറിയൊരു 250 ഉറുപ്പിക ഇവിടെ ഉണ്ടോ അറിയില്ല. ഇവിടെ എത്ര നിനക്കറിയില്ല. സെക്രട്ടറിനോട് പറഞ്ഞിട്ട് പറയണമെന്നല്ലോ. ഞാൻ പോയിട്ട് മൂപ്പരത്തേക്ക് തിരിയാൻ നിൽക്കണ്ട, എന്നോട് ആരും പറഞ്ഞില്ല. ചില ആൾക്കാർ ഈ വിഷയം പറഞ്ഞാല് മൂപ്പരോട് തിരി കൊടുത്തിട്ട് മൂപ്പര് പറഞ്ഞാൽ ഒന്നുമല്ല, ഇതറിയാം. അങ്ങനെയാണ്. എന്ത് പള്ളിക്ക് ഒരു 5 ഉറുപ്പിക കൂട്ടിയാൽ, ഒരു 10 ഉറുപ്പിക കൂട്ടിയാൽ, ഒരു 50 രൂപ കൂട്ടിയാൽ ഏറ്റവും വലിയൊരു ഭാരമായി മാറുക. ഇവിടെ ഒരു സ്റ്റേജ് ഷോ ഉണ്ട് അല്ലെ, പുറത്തുനിന്ന് ആൾക്കാർ വരികയാണ്, സെലിബ്രേറ്റ് വരിക, ചാടി കളിച്ച് ഉടുതുണിയില്ലാതെ നിറഞ്ഞു തുളുമ്പുന്ന. അതിന്റെ മുമ്പ് പോയിട്ട് തൊള്ളാടിക്കാനെ 1000 ആണോ 10,000 ആണോ ലക്ഷമാണോ സൗണ്ട് ഞാൻ ഏറ്റു അല്ലെ, എല്ലാം ഏൽക്കാനാണ്ട്. പള്ളിന്റെ ഒരു വിഷയം വരുമ്പോൾ ഏറ്റവും കുടുങ്ങ അല്ലെ, അതിനില്ലാത്ത കുറ്റം ഉണ്ടാവില്ല. ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണിത്. ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞു കേട്ടോ, വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആൾക്കാരെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ നിങ്ങള് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവരെ പ്രയാസപ്പെടുത്തുന്നവരെ അല്ലാഹുവേ നീയും പ്രയാസപ്പെടുത്തി എന്ന് ആര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് നന്ദി കാണിക്കുന്ന ആളുകളാകണം. നന്ദിയുടെ മഹത്വം എന്താണെന്ന് അറിയണം. നമ്മള് ദേഷ്യം എന്നാല് പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ എന്താ വെച്ചാല് ചെലവിലിട്ടോ എല്ലാരും കുതിര അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂലല്ലേ? അങ്ങനെ പറയാ കുതിര അല്ലെ. ഈ കുതിരയാണ് ഏറ്റവും നന്ദിയുള്ള ഒരു ജന്തു. വിശുദ്ധ ഖുർആന് സൂറത്തുൽ ആദിയാത്ത് എന്ന സൂറത്തിലൂടെ പറഞ്ഞതാ, വല്ലാദിയാതി ലബ്ഹൻ വൽമൂദിയാതി ഖദ്ഹാ വൽമുഗീറാതി സുബ്ഹാ ഫഅസർന ബിഹി നഖ്അൻ വവസതിന ബിഹി ജംആ. യജമാനന്റെ നിർദ്ദേശമനുസരിച്ച് പ്രഭാതത്തിന്റെ പുലരിയിൽ പോലും തണുത്തുറച്ച രാവിൽ പോലും യജമാനന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ശത്രുക്കളുടെ മധ്യത്തിലേക്ക് കിതച്ചുകൊണ്ട് പോകുന്ന കുതിര അതിന്റെ കുളമ്പുകൾ തട്ടിക്കൊണ്ട് തീ പാറുന്നുണ്ട്. ഉണ്ട ചോറിന് നന്ദി കാണിച്ചുകൊണ്ടാണ് ആ കുതിര പോകുന്നത്. നമ്മള് നന്ദില്ലാത്തവരെ കുതിര എന്നറിയാം. ഏറ്റവും നന്ദിയുള്ള ആ ജീവിയെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിച്ച ആയത്ത് അല്ലാഹു പറയാ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്. അവൻ നന്ദി കെട്ടവനാണ് എന്നതിന് അവന്റെ ജീവിതം തന്നെ സാക്ഷിയാണ്. നമുക്ക് നന്ദില്ല എന്നുള്ള തെളിവ് വേറെ ആര് തെരഞ്ഞു പോണ്ട നമ്മളെ ജീവിതമാണ്, നമ്മുടെ വാക്കാണ്, നമ്മുടെ സമീപനമാണ്, നമ്മുടെ പ്രതികരണമാണ്. പണത്തിനോടുള്ള അത്യാർത്തി കഠിനാണ്. 8-5 തല്ലുട. ബാപ്പ മരിച്ച് ആ ദുഃഖം മാറുന്നതിന് മുമ്പ് പേപ്പട്ടികളെ പോലെ കടിച്ചു കീറുന്ന ബന്ധുക്കൾ അല്ലേ? നല്ലത് ചീഞ്ഞാല് നല്ല മണയിക്കാരല്ലേ? അടുത്ത ആൾക്കാർ കച്ചറൂടി അങ്ങനല്ലേ? കോഴിമുട്ടകൾ ചീഞ്ഞോക്കണ്ടേ, പിന്നെ സൈഡിക്കണ പോകൂല അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ബന്ധത്തിന്റെയും സ്വന്തത്തിന്റെയും മുമ്പില്, പണത്തിന്റെ മുമ്പിൽ ബന്ധത്തിനും സ്വന്തത്തിനും യാതൊരു സ്ഥാനമില്ല. നിങ്ങളെ പേരയിലൊക്കെ ഇങ്ങനെ ബോർഡ് വെക്കലുണ്ടോ? അങ്ങനെ ആദാമിൻ ഫദിർ റബ്ബി നമ്മളെ വീട്ടിലുണ്ടാവും, വാഹനത്തിലൊക്കെ ഉണ്ടാവും. എന്താ ഇതിനർത്ഥം? കണ്ടട പഠിച്ചു വെക്കുന്ന മുതല അല്ലെ? ഒരു അഹങ്കാരത്തിന്റെ ഒരു സ്വര ആദാമിൻ. ശരിക്കും അതിന്റെ അപ്പുറത്ത് 2 കഷ്ണം ഉണ്ടല്ലോ, നമുക്കറിയത്. ആദാമിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അൻഅമു. നന്ദിയുള്ളവനാകുമോ അതോ നന്ദി കെട്ടവനാകുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി എന്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച മുതലാണ്.
ഞാൻ പരീക്ഷിക്കുകയാണോ, എന്നെ പരീക്ഷിക്കപ്പെടുക, നന്ദിയുള്ളവനാകുമോ നന്ദി കെട്ടവനാകുമോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ച മുതലാണെന്നാണ്. യഥാർത്ഥ ഉടന്മാരാണ് നമ്മളെ മുതലിന്റെ. പടച്ചോന പർവ്വത ശിഖരത്തിൽ ആട് മേച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആട്ടിടയനോട് ഉമർ എന്താണ് ചോദിച്ചു, ആരുടെ ഈ മുതല്? അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്ത ആർതാണ് ഈ മുതല്? അദ്ദേഹം പറഞ്ഞു, ലില്ലാഹി ഫീ യദി. ഈ മുതലിന്റെ ഉടമാരാ പടച്ച തമ്പുരാനാണ്, പക്ഷെ ഇപ്പൊ ആ മുതലൂടെ എന്റെ കയ്യിലാണ്. ഇതാണ് സാമ്പത്തിക രംഗത്ത് നമ്മുടെ കാഴ്ചപ്പാടുണ്ടാകേണ്ടത്. അതാണുള്ളത്. നിങ്ങൾ ആലോചിക്കുക, അവനവന്റെ വീട്ടിൽ നിന്ന് വീഴുന്ന പെരത്ത വെള്ളം, എറവെള്ളം എന്നല്ല പറയാ, എറവെള്ളം അവനാന്റെ പറമ്പൊക്കെ തന്നെ ആകണമെന്നാണ് ഇന്ത്യൻ ആക്ട്, അല്ലെ? അങ്ങനല്ലേ ഇസ്ലാമിന്റെ നിയമം? ഇസ്ലാമിന്റെ നിയമം നിങ്ങളുടെ അയൽപക്കക്കാരൻ അദ്ദേഹത്തിന്റെ വീടിന്റെ ഉത്തരം നിങ്ങളുടെ വീടിന്റെ ചുമരിൽ വെക്കാൻ, ചുമരുമല അയൽപക്കക്കാരന്റെ വീടിന്റെ ഉത്തരം നിങ്ങളുടെ വീടിന്റെ ചുമരിൽ വെക്കാൻ ചോദിച്ചാൽ തടയരുത്. എന്നിട്ട് കോഴി എന്നേന് കുട്ടിയടപ്പ് കുറച്ചേന് തെറ്റി കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടൊക്കെ ഉണ്ടാവും നിസ്സാരമായ പ്രശ്നം. അവിടെ പോയി കോഴി കയറി, അവിടുന്ന് ഒരു കുട്ടി ഇവിടുന്ന് റോസപ്പൂ പറിച്ചു, തമ്മിൽ അങ്ങോട്ടും കച്ചറിയും ചുങ്കത്തറിയും ഒക്കെ പാടെ കത്തിയും കുത്തും കണ്ടാരി, അല്ലെ? നിസ്സാരമായ പ്രശ്നം. മനുഷ്യന്റെ വിലക്ക് പിന്നെ ജീവന് മാത്രം വരല്ല. മുമ്പ് രണ്ടാൾക്കാര് വൈകുന്നേരം വരെ കൈക്കൂട്ടി പണി എടുത്തുകൊണ്ട് കൂലി വാങ്ങി പോകുമ്പോൾ അടുത്തുള്ള കടയിൽ നിന്ന് 2 കടലമുട്ടായി വാങ്ങി. ആ കടലമിഠായി വാങ്ങിയിട്ട് അതിന്റെ വില ആര് കൊടുക്കുമെന്നതിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടി കയ്യിലുള്ള കൈക്കോട്ടുകൊണ്ട് മറ്റൊന്ന് തലക്കടിച്ചു കൊന്നു. നമ്മളെ നാട്ടിലുണ്ടായതാണ്. എല്ലാത്തിനും വില കൂടി, വില ഇല്ലാതായത് ഇപ്പൊ എന്ത് മാത്രാണ്? ഫലസ്തീനുകൾ ആലോചിക്കുകയാണ്, ഈ കാട്ടാള മനസ്കരായിട്ടുള്ള, അല്ലെ, ഇവര് കാണിക്കുന്നത് എന്താണ്? ഭക്ഷണം കഴിക്കാനില്ല, പച്ചില തിന്ന്. നിങ്ങൾ നോമ്പുറക്കാൻ നേരത്തെ ഒന്നുമില്ല, കാരക്കല്ല, വെള്ളമല്ല, കഴിക്കാനൊന്നുമില്ല. പച്ചല ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ അതിന്റെ മുന്നിൽ വിങ്ങിപ്പൊട്ടുന്ന ഒരു വീട്ടമ്മയുടെ ദയനീയമായ ചിത്രം ഇങ്ങനെ ആലോചിച്ച് നോക്കി. വെറുതെ ഇങ്ങനെ നടക്കണേ. നോമ്പുറക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്കാണ് ഇസ്രായേൽ കൊണ്ടിട്ട് തരുന്നത്. അള്ളാഹു ഇസ്രായേലിന് കഠിനമായ ശിക്ഷ ഈ ദുനിയാവിൽ നിന്ന് നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഫലസ്തീനികൾക്കും അവർ സഹിക്കുന്ന പ്രയാസങ്ങൾക്കും അള്ളാഹു പരലോകത്ത് അവർക്ക് ഷഹീദിന്റെ കൂലിയും അവർ സഹിക്കുന്ന പ്രയാസങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഈ സാഹചര്യത്തിൽ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അപ്പം നന്ദിയുള്ള ആൾക്കാരായി മാറണം. പെണ്ണുങ്ങൾ അധികം നരകത്തിലാന്ന് പറഞ്ഞു. എന്താ കാരണം? പെണ്ണുങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല ഈ പറഞ്ഞത്. റസൂല് പറഞ്ഞ വാചകം പറഞ്ഞതാണ്. നരകം എനിക്ക് കാണിക്കപ്പെട്ടു, ആ നരകത്തിൽ അധികവും സ്ത്രീകളെയാണ് ദർശിച്ചത്. എന്താ കാരണം? 2 കാര്യം പറഞ്ഞു. ശാപത്തിന്റെ വാക്കുകൾ കൂടുന്ന, കാലും കാലും മുറിഞ്ഞ ഒരു മൂലക്ക പോയാൽ മതി അറിയാം അവനാന്റെ കുട്ടിയനെ. കാലൊന്ന് വെച്ചുത്തിയാൽ അവൾ ഉറങ്ങുന്നില്ല. തൊള്ളാൻ തുറന്നാൽ എന്താ പറയേണ്ടത് അറിയില്ല. ശാപത്തിന്റെ വാക്കേ പറയൂ. 2ാമത് പറഞ്ഞ തരങ്ങള് എന്താ? ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്ന. എന്താ ഞാൻ പറഞ്ഞതല്ല കേട്ടോ, എന്താണ് കൊണ്ടുകൊടുത്താലും ഓൾ ചോദിച്ചത് മുഴുവൻ വാങ്ങി കൊണ്ടുകൊടുത്തു. ഓൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ പോയി. ഒരു വേള അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോ എന്താ പറഞ്ഞു? അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്താ എനിക്ക് തന്നത്? നിന്റെ തലവിധി എന്നല്ലാതെ ആ മൈമൂന കണ്ടില്ലേ? ഞങ്ങൾ 2ആളും കൂടി ഒരു ബെഞ്ചിലേനി. ഇതൊക്കെ എന്റെ വിധി പറഞ്ഞിട്ട് 2 നെഞ്ഞത്തടി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണ്ടേ? അവനാണ് നിശ്ചയിച്ചതല്ലേ. മുമ്പ് ഒരു പുയ്യാപ്പിള പറഞ്ഞു, എന്തു ചോദിച്ചാലും ഇല്ല ഇല്ല എന്നാ പറയുള്ളൂ. എന്ത് ചോദിച്ചാലും പഞ്ചാരല്ല, അരില്ല, ശർക്കരല്ല, വെളിച്ചെണ്ണല്ല, ഇല്ലായ്മയുടെ ഭാണ്ഡക്കെട്ടുകൾ ഇങ്ങനെ അഴിക്കുന്ന ഭാര്യയോട് ഭർത്താവ് ചോദിച്ചാൽ, അല്ല മാളെ നിന്റെ വായിന്ന് ഉണ്ടെന്ന് കേട്ടിട്ട് കണ്ണും പാമ്പത്ത് വെച്ച്, നിന്റെ വായിന്നുണ്ട്. പിറ്റേന്ന് മുതൽ ഓള് കളം മാറ്റി ചൂട്ടി. ഇവിടെ പഞ്ചസാര ഇല്ലാതായിട്ടുണ്ട്, ഇവിടെ അരി ഇല്ലാതായിട്ടുണ്ട്, ഇവിടെ വെളിച്ചെണ്ണ ഇല്ലാതായിട്ടുണ്ട്. അപ്പോഴും പറയണ വായന ഉണ്ടിനുണ്ടാക്കി.
അല്ലേ? അപ്പൊ നമ്മളെന്താ പറയുക, ഉള്ളത് പറയില്ല, നമ്മൾ ഇല്ലാത്ത ഒരു നിങ്ങള് അങ്ങാടി പോയിട്ട് എല്ലാ സാധനം കൊണ്ടിട്ട് അവസാനം മുളകില്ലേ ബാക്കി കൊണ്ടുവച്ച് മുഴുവൻ കാണൂല. പെണ്ണുങ്ങളെ എങ്ങോട്ടുള്ള ദേഷ്യം കൊണ്ടല്ല, കിട്ടിയത് കൊണ്ട് നന്ദി കാണിക്കണം, അൽഹംദുലില്ലാ പറയണം. നിങ്ങൾക്ക് പ്രവാചകന്റെ സദസ്സിൽ വന്നൊരു അതിഥിയെ അബൂതൊല്ല കൊണ്ടുപോയില്ല, നിങ്ങൾ കേട്ടില്ലേ? അത് കേട്ടില്ലേ? എല്ലാരും പറയലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒന്നുമില്ല വീട്ടിലേക്ക് അബൂതൊല്ല കൊണ്ടുവരുമ്പോ വീട്ടില് കുട്ടിക്ക് കരുതി വെച്ച രാത്രി ഭക്ഷണം മാത്രമേ ഉള്ളൂ അല്ലേ? എന്താ പെണ്ണ് പറഞ്ഞു കൊടുത്തത്? നമ്മളെ പെണ്ണിനെ ഒന്ന് കമ്പയർ ചെയ്യല്ലോ. എന്താ പറഞ്ഞെടുത്ത്? നമ്മുടെ കുഞ്ഞിന് കരുതി വെച്ച ഭക്ഷണം നമുക്ക് നമ്മുടെ അതിഥിക്ക് കൊടുക്കാം, കുഞ്ഞിനെ താരാട്ട് പാട്ടി ഞാൻ ഉറക്കും. പാട്ടൊക്കെ പാടി അസ്ബിയൊക്കെ ചൊല്ലിയിട്ട്, അസ്ബി റബിയൊക്കെ ചൊല്ലിയിട്ടാണ്ട് ഉറക്കും ഞാന്. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മക്ക് രണ്ടാക്കും പട്ടിണി അടക്കാം. ഉള്ളത് ആർക്ക് കൊടുക്കാം? ആര് കൊടുക്കാം? നമ്മുടെ അതിഥിക്ക് കൊടുക്കാന്ന. എന്നിട്ടോ വിളക്ക് ഇങ്ങനെ തീരെ ശരിയാക്കുന്ന അല്ലെ ആ രൂപത്തിൽ അണുക്ക് എടുത്തി കളഞ്ഞു. എന്നിട്ടോ മൂപ്പര് ഇങ്ങനെ താളം കാട്ടി. ഞമ്മളെ പെണ്ണുങ്ങളാണെങ്കിലോ ഏഷസ് സ്കെച്ച് ഇങ്ങനെ പോയപ്പോഴ് ചോറാരും കൊടുന്നിട്ടില്ല, ഉസ്താദിന് ആർക്കും ഇല്ല എന്ന് പറഞ്ഞ് നമ്മള് വലിച്ചിങ്ങനെ കൊണ്ടുപോയി. മുപ്പത്തേരാണെങ്കിൽ പാത്രമൊക്കെ കേജി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ പറയാ, ഇങ്ങോട്ട് വരും. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് കൊടുന്നത്? രണ്ട് ചാട്ടം ചാടിയിട്ട ബാക്കി പറയുള്ളൂ അല്ലേ? പ്രഷർ കുക്കർ ഉണ്ട്, എല്ലാ സംവിധാനം ഉണ്ട്, മിക്സി ഉണ്ട്, എല്ലാം ഉണ്ട്. 5 മിനിറ്റ് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും അല്ലെ? 10 മിനിറ്റ് 15 മിനിറ്റ് മാക്സിമം പോയാൽ അരമണിക്കൂർ അല്ലേ? പെണ്ണുങ്ങളെങ്കിലും ശ്രദ്ധിക്കണം. ആ പെണ്ണ് ആ അതേ രൂപത്തിൽ വർത്തിച്ചതിന് അള്ളാഹു ആയത്തിറക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീന്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവം അറിയിക്കുകയും റസൂല് വയുസിറൂന വലൗ കാന ബിഹിം ഖസ്വാസ എന്ന ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം അബൂതുൽഹ അതിഥിയെ സൽക്കരിച്ച പശ്ചാത്തല. മറ്റുള്ള ആളുകൾക്ക് പ്രാമുഖ്യം നൽകും, മുൻഗണന നൽകും, അവർക്ക് പ്രിയപ്പെട്ടതാണെങ്കിലും. നമ്മളെ പേരല്ലേ അയലോകക്കാർ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചോദിച്ചെന്നാല് ആ മഴുവന്തയോ അതുവരെ മൂലക്കെട്ട മഴയിക്കാരം. കുറച്ച് വിറക് ഇങ്ങനെ കീറാണ്ട് എപ്പോഴാന്ന് എത്തിക്കേനി അപ്പൊ കൊത്താൻ തുടങ്ങും. അതുവരെ വിശ്രമിച്ചു കരം. ഒരാൾ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് 100 ആവശ്യങ്ങൾ നമ്മള് ഉണ്ടാക്കുന്ന. 2 തവണ ഒരു അയലോകത്തേക്ക് ഒരു കത്തിക്കോ ഒരു മഴുവിനോ പോയ എന്താ പറയാ, ഇത്രങ്ങാനും കൊല്ലായി ഒരു അരിയകത്തി വാങ്ങാൻ കാറ്റില്ലേ. ഈ വയംനഊനൽ മൗനർ എന്താ? മതത്തെ കളവാക്കുന്നവനെ താങ്കൾ കണ്ടുവോ? കുറെ കാര്യങ്ങൾ പറഞ്ഞ അവസാനം പറഞ്ഞ പരോപകാര വസ്തുക്കൾ തടഞ്ഞു വെക്കുന്ന ആളുകൾ ദീനിനെയാണ്, മതത്തെയാണ്, ആദർശത്തെയാണ് എന്ത് വ്യാജാക്കുന്നതാണ്. ഒരു നൂലിന് പോയാല്, ഒരു സൂചിക്ക് പോയാല്, ഒരു കയ്യിലിന് പോയാല്, ഒരു കത്തിക്ക് പോയാല്, മുമ്പൊക്കെ നിങ്ങൾക്ക് ഓർമ്മ തീ വരെ കടം വാങ്ങിയത് ചകിരിപ്പുള്ളിയിലാക്കിയിട്ട് കൊണ്ട് ഓർമ്മയുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് വിട്ടുള്ളിപ്പല്ലേ, ഓർമ്മയുണ്ടോ? അങ്ങനെ ചകിരിപ്പുള്ളിയിൽ കൊണ്ടുപോയിട്ട് കത്തിച്ചിരുന്നു. ഇപ്പൊ എല്ലാവർക്കും ലൈറ്റർ അല്ലേ, ഇതൊക്കെ പോയില്ലേ? തീപ്പെട്ടി ചിലർക്ക് മണം തന്നെ പറ്റൂല. തീപ്പെട്ടി ഇല്ലേ, മണലിന്റെ അല്ല കരിമരുന്നിന്റെ മണം പോലും പറ്റാത്ത ഒരു ജനറേഷനാണ്. ഇനി എത്ര വരെ പോകും? എത്രയും പോകാറിയത് കേട്ടോ. ഒരു 5 അല്ലേ, 5:15 ഇൻഷാ അല്ലാഹ്. അപ്പം ധാരാളം അനുഗ്രഹങ്ങള് ലഭിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു ആര്? സുലൈമാൻ നബി. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന് ഉറുമ്പുകളുടെ ഭാഷ അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ രാവിലെയും വൈകുന്നേരമുള്ള വാഹനം കാറ്റായിരുന്നു. ഏത് വേഗത്തിൽ ഓടുന്ന ട്രെയിനുകളെയും പിന്നിലാക്കിക്കൊണ്ട് 1 മാസക്കാലം നടന്നാൽ എത്ര ദൂരമെത്തുമോ രാവിലത്തെ കാറ്റ് മൂപ്പർ അങ്ങനെ പോകും, വൈകുന്നേരം കിട്ടും വരും. സുലൈമാൻ നബിയുടെ പോസ്റ്റ്മാൻ ആരായിരുന്നു? ഹുദൂദ് എന്ന മരം കൊത്തിയില്ലേ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൽഖീസ് രാജ്ഞിക്ക് അയച്ച കത്തിന്റെ ഇൻഡെക്സ് ആണ് ഒരു സൂറത്തുൽ നംലിലെ വഇന്നഹു മിൻ സുലൈമാന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആയത്തിന്റെ ഇടയിൽ വന്ന ബിസ്മി എന്താണ്? സുലൈമാൻ നബി ബൽഖീസിന് പ്രേമലേഖന
ആണോ? അല്ല. എന്താണ്? ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്ത് ആരെ കൊണ്ടുകൊടുത്ത്? ഉറുമ്പിന്റെ ഭാഷ അറിയാമായിരുന്നു. ജിന്നുകളെ കൊണ്ട് പണിയെടുപ്പിച്ചു ആര്? സുലൈമാൻ നബി. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഊന്നി പിടിച്ച വടിയിൽ ജിന്നുകളെ കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ പണിയെടുക്കുന്ന ആ അവസ്ഥയിലാണ് മരിച്ചത്. ആര് മാത്രം അറിഞ്ഞു? ചെതറികൾ മാത്രമേ അറിഞ്ഞത്. മൂപ്പരിങ്ങനെ വടിയും പിടിച്ച് ഇങ്ങനെ നിക്കണ്. ചെതറികൾക്ക് മനസ്സിലായി എന്ത്? സുലൈമാൻ നബി മരിച്ചിട്ടുണ്ട്. ആ ഊന്നുവടി കാർന്നു നിന്ന് സുലൈമാൻ നബി മറിഞ്ഞു വീണിട്ടും അപ്പോൾ അറിയണാര്? ജിന്നുകൾ വരെ. ജിന്ന് വരെ. ഇതെല്ലാരും ജിന്നിന്റെ കിന്നാറ് കൂടിയാണ്ട് നമ്മളെ തൗഹീദും നമ്മളെ പരലോകം നഷ്ടപ്പെടും നമ്മൾ ആലോചിക്കണം. അറിഞ്ഞില്ല. ചെതലുകൾ അറിയിക്കുന്നത് വരെ എന്ന് കൃത്യമായിട്ട് പറയാം. ഈ സുലൈമാൻ നബി ഒരു സൈന്യവുമായിട്ട് ഇങ്ങനെ പോവാ. സൈന്യവുമായി പോയപ്പോഴ് ഒരു ഉറുമ്പുകളുടെ താഴ്വരയിലൂടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ തന്റെ സൈന്യവുമായി പട്ടാളവുമായി പോവുകയാണ്. അപ്പോഴേ ഒരു പെണ്ണുറുമ്പ്, സൂറത്തു നംല് എന്ന അധ്യായം ഖുർആനിലുണ്ട്. ഒരു പെണ്ണുറുമ്പ്, ഉറുമ്പുകളുടെ കൂട്ടത്തിലെ നേതാവ് പെണ്ണുറുമ്പാണ് എന്ന് 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആധുനിക ശാസ്ത്രലോകം ശരിവെക്കുന്നു. പെണ്ണ് ഒളിങ്ങനെ എണീറ്റുന്നു. വക്കാലത്ത് നംലത്തുൻ, പെണ്ണുറുമ്പ് പറഞ്ഞു, അത്താ ഇദാ അതൗ അലാ വാദിൻ നംലി ഖാലത്ത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ദഖുലൂ മസാകിനകും ലാ യഅതിമന്നകും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യഅലമൂൻ. കൂട്ടിലേക്ക് മാളത്തിലേക്ക് മടങ്ങിപ്പോവുക ഉറുമ്പുകളെ. സുലൈമാൻ നബിയും സൈന്യവും പട്ടാളക്കാരും ചവിട്ടിത്തേക്കാൻ സാധ്യതയുണ്ട്. അവരറിയാതെ കൂട്ടിലേക്ക് മടങ്ങിക്കൊള്ളുക എന്ന് ആര് പറഞ്ഞു? ഒരു നേതാവ് എപ്പോഴും അണികളുടെ തടി സലാമത്താക്കിയിട്ട് പോകാവൂ. ഇപ്പത്തെ രാഷ്ട്രീയക്കാരോ ഒരു ചില്ലും കൂട്ടിൽ നിന്നാണ്ട് മറ്റൊരു പുറത്തേക്ക് ഇറക്കും. ഒരു ലാത്തി ചാർജോ ഒരു പിക്കറ്റിങ്ങോ ഒരു സമരം ഉണ്ടെങ്കിൽ നേതാക്കന്മാർക്ക് എന്തിനും പറ്റുമോ? ഉറുമ്പ് ആ സൈന്യത്തിന്റെ ആ സംഘത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, കൂട്ടിക്ക് പോയിക്കോളി, അങ്ങോട്ട് പോണ്ട. സുലൈമാനു വജുനൂദു വഹും ലാ യഅലമൂൻ. അറിയാതെ ചവിട്ടി അരക്കാൻ സാധ്യതയുണ്ട്. ഉറുമ്പ വർത്താനം പറഞ്ഞു. തേങ്ങന്റെ മുടിമേൽ ഉറുമ്പ് വന്നാല് എന്തേലും നമ്മളെ പെണ്ണുങ്ങളൊക്കെ കാട്ടിന് ഒന്ന് പറഞ്ഞ നിങ്ങള് എന്താ? കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പ് വെച്ച് 2 മുട്ട ഇല്ലേ? ആ തീയിൽ കിടന്ന് പൊരിഞ്ഞ് കരിഞ്ഞാണ് പോവുക. ഈ നമ്മളാണ് സംസാരിക്കുന്നത്. ഈ വാചകം കേട്ടുകൊണ്ട് സുലൈമാൻ നബി ആ ഉറുമ്പിന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ വാക്ക് കേട്ടുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുഞ്ചിരിച്ചു. വഖാല, അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ഔസിനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർലാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദികസ് സ്വാലിഹീൻ. ഈ പ്രാർത്ഥനയുടെ പശ്ചാത്തലം അതാ. റബ്ബി ഔസിനി, പടച്ച തമ്പുരാനെ എനിക്ക് നീ പ്രചോദനം, മോട്ടിവേഷൻ നൽകണമേ, പ്രചോദനം നൽകണമേ. അൻ അഷ്കുറ നിഅമതക, നീ ചെയ്ത അനുഗ്രഹത്തിന് കൃത്യമായി നന്ദി കാണിക്കാനുള്ള തൗഫീഖ് കൊണ്ട് റബ്ബേ. അൻ അഅമല സ്വാലിഹ വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനുള്ള തൗഫീഖ് കൊണ്ട് റബ്ബേ. റബ്ബേ, നീ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് കൊണ്ട് റബ്ബേ. സ്വാലിഹീങ്ങളുടെ നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് കൊണ്ടാ എന്ന് ആര് പ്രാർത്ഥിച്ചു? സുലൈമാൻ നബി അലൈഹിസ്സലാം. എല്ലാരും പ്രാർത്ഥന കാണാതെ പഠിക്കണം. സൂറത്തു നംലിലെ 18-19 ആയത്ത നമ്മളാണ് തെരഞ്ഞു പോയി. ആയത്ത് തെറ്റിയാലോ 18-19 ഓർമ്മ അങ്ങനെ എന്ത്? ഈ ആയത്ത്, ഈ സൂറത്ത്
ആ ആയത്ത് കൃത്യമായി പഠിച്ച് നമ്മുടെ പ്രാർത്ഥന ഉൾപ്പെടുത്തണം. റബ്ബി ഔസൈനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർലാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വീണ് കിട്ടുന്ന ഓരോ സമയവും റബ്ബിന് നന്ദി കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കണം. നോമ്പിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്താണ്? ലഅല്ലകും തശ്കുറൂൻ, നന്ദിയുള്ളവരാകണം. ഒന്നാമത്തെ ലക്ഷ്യം നോമ്പ് കൊണ്ട് കിട്ടേണ്ടത് എന്താണ്? തെക്കുവിടല്ലാതെ ഭക്ഷണം പാനൊക്കെ മാറ്റിവെച്ച് നോമ്പുകാർ ഇങ്ങനെ നടന്നിട്ടൊന്നും കാര്യമില്ല. നോമ്പ് നോറ്റ് വേറെ ആൾക്ക് പറയാൻ പറ്റൂല. മറ്റൊരാളെ കാണിപ്പിക്കാൻ നോമ്പ് കൊണ്ട് കഴിയില്ല. ഇപ്പൊ നോമ്പ് വെക്കാത്തൊരുപടി ഇരുന്നുണ്ടാവും. നിനക്കറിയില്ല കേട്ടോ. അറിയോ? അറിയില്ല. നിസ്കരിക്കുന്ന ആൾക്കാരെ കാണൂലേ? സക്കാത്ത് കൊടുക്കണല്ലേ കാണൂലേ? ഹജ്ജ് ചെയ്ത ആളെ പേരിന്റെ കൂടെ അജിയാർ അബൂബക്കർ ഹാജി ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ, ഒരു പേര് പറഞ്ഞിട്ടുള്ളൂ. മൂപ്പരന്നെ അബൂബക്കർ ഹാജി അഡ്രസ് ചെയ്തപ്പോഴേ എന്താ നിസ്കാരി നെയ്താത്തത്? എന്താ സക്കാത്തി നെയ്താത്തത്? എന്താ നോമ്പി നെയ്താത്തത്? ഹജ്ജ് മാത്രം മറ്റോല് ചെയ്തെന്ന് അറിയിക്കണോ? അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ? മുമ്പ് ഒരു അജയരൊക്കെ പറഞ്ഞില്ലേ, ആൾക്കാരൊക്കെ കൂടി ആ 10ാമത്തെ ഹജ്ജിനെ കൊണ്ട പാത്രത്തിൽ വാങ്ങിക്കോന്ന്. എന്തിനാ പറഞ്ഞത്? ആ വന്ന ആളുകളെ ഒരു 10 ഹജ്ജ് ചെയ്തിരുന്നുള്ളത് അറിയിക്കും. പക്ഷെ നോമ്പ് കൊണ്ട് നിങ്ങൾ ആലോചിക്കുന്നു, പിന്നെ ഭക്ഷണ പാനീയങ്ങൾ മാത്രം മാറ്റി വെച്ചാൽ നോമ്പുകാരായി മാറൂല. കൊമ്പൻ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട വിഷയങ്ങൾ അല്ലെ? പറഞ്ഞോ? എനിക്ക് എന്റെ ക്ലാസ്മേറ്റും കൂടിയാണ്, അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം. പിന്നെ അപ്പൊ എന്താണ്, ഭക്ഷണ പാനീയങ്ങള് മാത്രം മാറ്റിവെച്ച് നോമ്പുകാരായില്ല. പിന്നെ മറിയം ബീവി നോമ്പ് വെച്ചില്ല. ആ മറിയം ബീവിയുടെ നോമ്പിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, ഞാൻ എന്റെ റബ്ബിന് വേണ്ടി നോമ്പ് നോൽക്കാൻ ഇതാ നേർച്ചയാക്കിയിരിക്കുന്നു. പിന്നെ മറിയം ബീവി ചെയ്ത നോമ്പ് ഏതാ? ലാ ഉകല്ലിമു അന്നാസ, ഒരാളോട് ഞാന് മിണ്ടൂല. അതൊരു നോമ്പ. കഴിയോ? നമുക്ക് മൗനവ്രതം കഴിയോ? നമ്മൾ ഒരാളോട് കുറെ നേരം വർത്താനം പറഞ്ഞേക്കാളും ഏറ്റവും ഉപകരിക്കുന്ന തരങ്ങള് കുറച്ചേരം ഉണ്ടാക്കല. ഒന്ന് ഗോൾഡൻ ആണ്, ഒന്ന് സിൽവർ ആന്നൊക്കെ നമ്മള് എന്റെ കുട്ടികള് മെസ്സേജ് പറഞ്ഞിട്ടില്ല, നിങ്ങള് സൈലന്റ് ഈസ് ഗോൾഡ് അല്ലെ, മറ്റത് ഇങ്ങനെ പറഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, കുറച്ചേരം ഉണ്ടാന്ന് നോക്കിയാ നിങ്ങള്. അതായിരിക്കും ഏറ്റവും മൗനം. ഒരു തത്വചിന്തയാണ്. കലീലും ഫായിലും ചെയ്യണോല് കുറച്ച് മാത്രമേ ഉള്ളൂ. ഇളകി മറിഞ്ഞ് നോമ്പൊക്കെ ആയി കഴിഞ്ഞാല് ഉച്ച തിരിഞ്ഞാല് ബാപ്പാന്റെ അടുത്തേക്കാണ് പോണ്ടട്ടോ, നോമ്പ് തലേ കയറി എന്താ പറയാ, ഇപ്പൊ അങ്ങോട്ട് പോണ്ട പോലെ എന്താ പറയാ അല്ലേ? ശരിക്കും തലേത്തൊക്കെ ഇറക്കി വെക്കേണ്ട സമയല്ലേ അല്ലെ? നോമ്പ് എന്ന് പറഞ്ഞാൽ തലേന്നൊക്കെ ഇറക്കി വെക്കേണ്ടതാണ്, പക്ഷെ നമ്മൾ ഇറക്കി വെക്കൂല. ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കട്ടെ, സ്വർഗത്തിന് എത്ര വാതിലുണ്ട്? ഞാൻ നിർത്തട്ടോ. സ്വർഗത്തിന് എത്ര വാതിലുണ്ട്? നമുക്ക് പോകാനുള്ള സ്വർഗല്ലേ, അങ്ങനെ എത്ര വാതിലുണ്ട്? 8. ഉറപ്പൊന്നും കിട്ടാത്തത് 8 വാതിലുണ്ടെന്ന് പെട്ടെന്ന് പറയണ്ടേ? 8 വാതിലുണ്ട്. നരകത്തിനോ വാതിലില്ല. ഇവിടെ മറ്റുള്ളൊരു നരകത്തിന് വാതിലില്ല. നരകത്തിന്റെ 7 കവാടങ്ങളും കൊട്ടിയടച്ചു, സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മറക്ക തുറന്നു. ഇനി ഒരു ചോദ്യം കൂടി. ഇയാൾ ചോദ്യം ചോദിച്ചാനായിട്ട് വന്നതാ? ഞാൻ കുറച്ച് മെനക്കെട്ട് വന്ന നിങ്ങളെ ക്ലാസ്സിന്. ഞാൻ കണ്ണൂർ ക്ലാസ്സിലൊക്കെ ഒഴിവാക്കി പോന്ന. നിങ്ങളോടൊരു വാക്ക് പറഞ്ഞ് പാലിക്കണല്ലോ എത്തിട്ട് പോന്ന. അപ്പൊ കുറച്ച് ഓർമ്മകൾ വേണം അല്ലെ? എന്റെ ചോദ്യം തീർന്നു? അല്ല. സ്വർഗത്തിന്റെ നരകത്തിന്റെ വാതില് അല്ലെ? സ്വർഗത്തിന് എത്ര തട്ടുണ്ട്? അയ്വാ, ഒരാളെങ്കിലും പറഞ്ഞിട്ടോ. ഉറക്കം പറഞ്ഞില്ല, ഇവരൊന്നും എത്ര ഉണ്ട്? നിങ്ങൾ കേട്ടോ? നിങ്ങൾ കേട്ടില്ലല്ലോ? എത്ര ഉണ്ട്? 100. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അടുത്തല്ലേ? 100 തട്ടുകളുള്ള സ്വർഗം. 100 തട്ടുകളുള്ള സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് കിട്ടാൻ പ്രാർത്ഥിച്ചു പ്രവാചകൻ? ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചപ്പോ നോമ്പിന് കഴിഞ്ഞിട്ട് ജന്നാത്തുൽ ഫിർദൗസ് തരണേ.
ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസ്ല. ജന്നാത്തുൽ ഫിർദൗസ് നിങ്ങൾക്ക് ആതിഥ്യം നൽകിക്കൊണ്ട് സമർപ്പിക്കുന്ന പറഞ്ഞത്. നമ്മൾ പ്രാർത്ഥിച്ചോ? സ്വർഗത്തിലെ നിധി മെച്ചുണ്ട് കേട്ടോ. ഞാൻ മറ്റുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് അങ്ങനെ കണ്ണുക്ക് നോക്കി കുറച്ചൊക്കെ മെച്ചുണ്ട് തോന്നുന്നു. എന്ത് സ്വർഗത്തിന്റെ നിധി ഏതാണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് കൻസും മിൻ കുനൂസിൽ ജന്ന. സ്വർഗത്തിന്റെ നിധിയാണ് ലാ ഹൗല. എപ്പോഴാ നമ്മൾ ചെല്ലല്? എപ്പോഴാ ചെല്ലല്? ഇടിയെട്ടുമ്പോഴാ? ഇടിയെട്ടുമ്പോ ചെല്ലണ്ടേ? എവിടെ നിങ്ങൾ പഠിപ്പിച്ചു? ആരെങ്ങൾ പഠിപ്പിച്ചേ? എന്ന് ചെല്ലാൻ ധാരാളം സന്ദർഭങ്ങളുണ്ട്. നിങ്ങൾ വരേന്ന് വന്നപ്പോ എന്താ ചെല്ലിനെ? അത് വരട്ടെ. തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത. ഇത് ചെല്ലുമ്പം സ്വർഗത്തിന്റെ നിധിയാന്ന് ഓർമ്മയാണോ? അല്ല, വെറുതെ ചെല്ലിയിട്ട് കാര്യമില്ല. 2 ഡിമാൻഡ് ഉണ്ട് നോമ്പ് സ്വീകരിക്കാൻ. ഇയാള് ചോദ്യം ചോദിച്ചാനായിട്ട് വന്നാണ് കരുതണ്ട. 2 ഡിമാൻഡ് ഉണ്ടെങ്കിലേ പരിശുദ്ധ റമദാനിലെ നോമ്പ് സ്വീകരിക്കുള്ളൂ. ഒന്നെന്താ? ഇതാണ് ഓഡിയൻസിന്റെ ഒപ്പം വേണമെന്ന് പറഞ്ഞു. ഞങ്ങള് എല്ലാ ഓഡിയൻസിനും ഒരാള് ഞാൻ ക്ലാസ്സിൽ ഉറങ്ങാനായിരിക്കും. ചില ആൾക്കാർക്ക് അടക്കല്ലേ എല്ലാവരും ശ്രദ്ധിക്കലാണ്. എന്നിട്ട് നമ്മള് ശ്രദ്ധ കിട്ടണം. കാരണം നിങ്ങൾ മാത്രമേ നോമ്പ് പറ്റുള്ളൂ. ഞാൻ ഈ ക്ലാസ്സിന് എടുക്കണത് എനിക്കറിയില്ല. എങ്ങനെ പഠിച്ചോന് എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല. ഇത് അല്ലാഹുവിന്റെ ഒരു റഹ്മത്താണ്. എന്റെ ചോദ്യം തീർന്നു. ഞാൻ എന്തറിയോ, നിങ്ങളെ മനസ്സിലേക്ക് കയറിയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. 2 ഡിമാൻഡ് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങളെ കാത്തുന്ന തൽക്കാലം ഇത് നിർത്താൻ കഴിയൂല. മൻ സ്വാമ റമളാൻ ഈമാനൻ, ഈമാനോട് കൂടിയ നോമ്പ് വിൽക്കണ്ടേ. രണ്ടാമത് എന്താ? വഹ്തിസാബൻ, കൂലി കിട്ടണമെന്ന് ആഗ്രഹിക്കണം. ഒരു നോമ്പിനുള്ള കൂലി എത്ര? റസൂലിന്റെ ഹദീസ് പറഞ്ഞാൽ മതി. അപ്പുറത്തേക്ക് ഇക്ബാലും പറയാലോ. ഒരു നോമ്പിന് എന്താണ് കൂലി? കൂലി ആഗ്രഹിക്കണത് എന്താന്ന് അറിയണ്ടേ? ഞാൻ ചോദിക്കണത്. ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ എന്താ നിങ്ങളെ മനസ്സിലുണ്ടാവും. മറ്റെങ്ങനെ വാലും പറഞ്ഞു പാത്ത് വാല് ഉണ്ടാവും. അവസാനം ഇങ്ങനെ എന്ത് വാലൊക്കെ ഉഷാറാ, എന്തേ കിട്ടിയത്? സമയം പോയി കിട്ടിയ 70 വർഷം തന്റെ മുഖത്തെ ഒരു നോമ്പ് കൊണ്ട് അള്ളാഹു അകറ്റുന്നതാണ്. അങ്ങനെ ഒരൊറ്റ നോമ്പ് കൊണ്ട് 70 വർഷം നമ്മൾ നടന്നാൽ എത്ര ദൂരം, എത്ര വഴി ദൂരം നമുക്ക് നടക്കാൻ കഴിയും? അത്ര വഴി ദൂരം ഒരൊറ്റ നോമ്പ് കൊണ്ട് അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റും. പഠിച്ചോനെ, ഇന്നത്തെ നോമ്പുണ്ട് 70 കൊല്ലം നകറ്റണമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്കറിയണ്ടേ? അഞ്ജനം വന്നത് ഞാനറിയും, അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കൊക്കെ നമുക്കറിയാം. ഹദീസിൽ അങ്ങനെ 1 വർഷം നോമ്പ് നോറ്റാൽ എന്നാണ്. അത് നമ്മളെ റമളാനിലെ പോരിശേക്ക് നമുക്ക്. പിന്നെ മാലിക് യൗമിദ്ദീനാണ്, കൂലി കൊടുക്കുന്ന പഠിച്ചോനാണ്. അങ്ങോട്ട് വിടുക. നമ്മള് പ്രാർത്ഥിച്ച പഠിച്ചോൻ തരും. അപ്പൊ നമ്മള് എത്രാമത്തെ നോമ്പ? ചിലർക്ക് 13 ആയോ? 12 ആയിക്കോട്ടെ. എല്ലാരും നിൽക്കുന്നത് 12 ആയിക്കോട്ടെ. 12 നോമ്പ് നോറ്റപ്പോൾ നമ്മൾ ഓരോ സമയത്തും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചോ? ചെല്ലിനോ? കാറയ്ക്കും പിന്നെ സമൂസയും ബത്തയ്ക്കും തരിയൊക്കെ കണ്ടപ്പോ ഇത് ചെല്ലാൻ നേരം കിട്ടുമോ? ഒക്കെ ഓർമ്മ ഉണ്ടായി. കാരക്കന്റെ കുരു വരെ ഉള്ളിൽ നിർത്തിട്ട് ഉരുട്ട് ഇങ്ങനെ അല്ലെ ബോംബായിട്ട് ഇങ്ങനെ പിടിച്ച തള്ളാൻ വേണ്ടി റെഡി ആക്കിയ ചങ്ങി പാമ്പ് കൊടുത്തെങ്കിൽ ഇങ്ങനൊക്കെയാണ് സമയത്തിന്റെ വില. എപ്പോഴും അറിയാം അല്ലെ? സെക്കൻഡ് സൂചി പോണ വരെ ശ്രദ്ധിക്കപ്പോഴും അല്ലേ ചോദിച്ചൂലേ? ഒരു 2 അങ്ങോട്ട് ഇങ്ങോട്ടായി മൂപ്പര് കുടിച്ചിട്ടാണ് കൊടുക്കാനേ. മൂപ്പര് തൊള്ളേന്നാണ്ട് ഇറങ്ങിയിട്ട് അള്ളാഹു അക്ബർ പറയാനേ അല്ലേ? അപ്പൊ 70 വർഷം തന്റെ മുഖത്തെ നരകത്തുനിന്ന്. അപ്പൊ ഇന്ന് മുതൽ പറയണം, പഠിച്ചോനെ ഇന്നത്തെ നോമ്പുകൊണ്ട് 70 കൊല്ലം എന്റെ നരകത്തുനിന്ന് രക്ഷപ്പെട്ട് ചെല്ലിയിലേക്ക് കിട്ടും. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളൊക്കെ കുളിച്ചലില്ലേ? ഇയാൾ ഇങ്ങനെ ചോദിച്ചത് കുളിക്കലില്ലേ? മലയാളികൾ പൊതുവെ കുളിക്കുന്ന ആൾക്കാരാണ് അല്ലെ? ഭക്ഷണം ഒരു നേരമില്ലെങ്കിലും കുളി ഒഴിവാക്കുവാറില്ല
കുളി എന്ന് പറഞ്ഞതാ. ശരീരം മുഴുവൻ നനയുന്നതിന് നമ്മൾ പറയുന്ന പേരല്ലേ കുളി? ആണോ? ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതിയേ. ആണോ? ഇനി വാക്ക് മാറ്റാൻ പറ്റൂല കേട്ടോ. ശരീരം മുഴുവൻ നനയുന്നതിന് കുളി എന്ന് പറയുന്നു. ഉറപ്പല്ലേ? വൃത്തിയാക്കുമ്പോഴല്ലേ. ഒരാള് ഒരു കുളത്തിന്റെ അരിക്കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്, വളിക്കാണ്ട് വീണ ഫുള്ള് നനഞ്ഞ്. ഞാനൊന്ന് കുളിച്ചു എന്ന് പറയാം. അതാ ശരീരം മുഴുവൻ നനഞ്ഞ് അല്ലെ വൃത്തിയായി വന്ന് നമ്മൾ കുളിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ നനഞ്ഞു എന്ന് പറയുന്ന കാരണം എന്താ? ഞാൻ പറഞ്ഞോളൂ, നമ്മളെ വിഷയം ഞാൻ നിർത്തിയാണ്. നമ്മൾ കുളിച്ചാൻ കരുതിയിട്ടില്ല. സത്യതല്ലേ? നമ്മൾ കുളിക്കാൻ കരുതിയിട്ടില്ല. കുളിയുടെ എല്ലാ പ്രതിഭാസങ്ങളും നടന്നു, നോമ്പിന്റെ എല്ലാ കാര്യങ്ങളും നടന്നു. സുബൈക്ക് എഴുന്നേറ്റു, പുലർച്ചെ എഴുന്നേറ്റു, അത്താഴം കഴിച്ചു, കട്ടൻ ചായ കുടിച്ചു അല്ലെ. മുമ്പൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, എന്ത് മൈസൂർ പഴവും അതുപോലെ തന്നെ തൈരും മോരും പിന്നെ പഞ്ചസാരയൊക്കെ കൂട്ടിക്കുവച്ചൊരു അണന്തലുണ്ട്. പണ്ടത്തെ ആൾക്കാർ, ഇപ്പത്തെ ജനറേഷൻ ഒന്നും ഇല്ല അല്ല, അങ്ങനല്ലോ. മൈസൂർ പാക്കല്ലാതെ പൂർത്തിയാവൂലേ അല്ലെ? ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം വരെ ഇങ്ങനെ കാത്തു നിന്ന് കാരക്കും പിടിച്ച് നിന്ന് കൂലി കിട്ടോ? നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ പടച്ചോനും മെയിൻ ചെയ്യൂല. അപ്പൊ പോയത് പോട്ടെ, ഇനിയിപ്പൊ അതിനെപ്പറ്റി ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല. ഇനി ബാക്കിയുള്ളത് ഓരോ നോമ്പ് തുറക്കുമ്പോഴും പടച്ചോനെ പ്രാർത്ഥിക്കുമ്പോൾ, പടച്ചോനെ ഇന്നത്തെ നോമ്പിന്റെ കൂലിയൊക്കെ കൊണ്ട, ഇന്നത്തെ തറാവിന്റെ കൂലി കൊണ്ട്. ഇല്ലെങ്കിൽ എന്താ? എത്ര നോമ്പുകാരുണ്ട്, ദാഹവും പട്ടിണിയും ക്ഷീണവും മാത്രം കിട്ടിയ എത്ര ആൾക്കാരുണ്ട്. എത്ര നൃത്തക്കാരുണ്ട്. നൃത്തം കൊണ്ട് ഉറക്ക് പോയി എന്നല്ലാതെ രാത്രി നമസ്കാരം കൊണ്ട് തറാവി കൊണ്ട് ഒന്നും കിട്ടാത്ത ആൾക്കാരുണ്ട്. എന്താ കാരണം? നമ്മളെ മനസ്സില്ല. നമ്മള് കൊട്ടാവി കിട്ടിങ്ങനെ, ഒരാൾ കൊട്ടാ വിട്ട മതി, സമൂഹ കൊട്ടാവതിയാ, എല്ലാവരും കൂടി ഇടും. ഒരാൾ കുറച്ച മറ്റൊരു കുറക്കും. ഇമാമ് കുറച്ചൊക്കെ നീട്ടി, ഇതെന്തിനാണ് കുറച്ച് കയറിട്ടോ നിർത്തിക്കൊള്ളി എന്നുള്ള സിഗ്ന അല്ലെ? നിങ്ങൾ ആലോചിച്ച്, കൊരയും തുമ്മലൊക്കെ വന്നു കഴിഞ്ഞാൽ നിസ്കാരത്തില് കൺട്രോൾ ചെയ്യണതാണ്. കോട്ടാവി പ്രത്യേകിച്ചും ഒരാൾ കോട്ടാവി വിട്ടാ മറ്റാൾ ഇടുന്ന വരും, അത് പേര് ഓട്ടോമാറ്റിക്കാണ്. അത് പിശാചിൽ നിന്നാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ചെല്ലേണ്ടതാണ്. അലസതയുടെയും മടിയുടെയും ഉറക്കച്ചടവിന്റെയും അടയാളമാണത് കൊട്ടാവി. ഞാനൊന്ന് കുറച്ചേരം കടക്കാൻ വേണ്ടി അവിടെ പോയി കടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ കൊട്ടാവി നിട്ടില്ലല്ലോ, ഇട്ടിട്ടില്ല. അപ്പൊ അലസതയും മടിയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ വരുന്ന, ഞമ്മക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു പണി നമ്മൾ ചെയ്യാൻ ഒരു അലസത ഉണ്ടാവില്ല അല്ലേ? സാധാരണ ഇപ്പോ മനഃശാസ്ത്ര വിദഗ്ധര് പറയാണ്ട് ഒരാൾ ഇങ്ങനെ മൂടി പൊതിച്ച് വരച്ച് കിടക്കണം, നിശാനം വെച്ചാല് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി. ആ സമയത്തുണ്ട് ഒരു PSCയിലെ ഒരു വിജ്ഞാപനം, അതായത് ഗവൺമെന്റ് ജോലിയിലേക്ക് അദ്ദേഹത്തിന് ഉള്ളൊരു ഇൻവിറ്റേഷൻ കിട്ടുകയാണ്. അദ്ദേഹത്തിനുള്ള ഒരു മെമ്മ വരികയാണ്. എങ്ങനെ ഉണ്ടാവും? പനി ഉണ്ടാവോ? അവിടെ കിടക്കുവോ? ചാടി തുള്ളി ചാടി എങ്ങട്ടാ? എന്താ എവിടെ പോയി പനി? ഇത് കൊറേയൊക്കെ നമ്മൾ ഉണ്ടാക്കണത്. അവിടെ വേദന, അവിടെ വേദന, സ്കരിക്കാൻ മാത്രം കസാര, ബാക്കിയുള്ള എല്ലാ ഇട കൊടുത്ത് തെങ്ങുമ്പോ കയറും, കൊളത്ത് ചാടും, എല്ലാം ചെയ്യും. ഞാൻ കുറ്റം പറയല്ല, ശ്രമിച്ചാൽ നടക്കും. ഞാനേ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്റെ കാലിന്റെ തൊടലിൽ പൊട്ടിയിട്ട് കുറച്ചു കാലം ഉണ്ടല്ലോ, ഇരുന്ന് സ്കരിച്ച് ഒന്ന് സുജൂദ് ചെയ്യാൻ കൊതിച്ചിരുന്നു. ഞാൻ നെറ്റിത്തടം താഴെ വെക്കാനുള്ള പൂതി. നിങ്ങൾ ആലോചിച്ച്, നെറ്റിയാണ് താഴെ വെച്ചിട്ട് ആത്മാർത്ഥ നിസ്കരിക്കണേന്റെ ആ വക്കാർ ഇരുന്ന കിട്ടോ? ഞാൻ അവരെ കുറ്റപ്പെടുത്താനല്ല, കഴിയാത്ത ആൾക്കാർ ഇരുന്ന് തന്നെ നിസ്കരിച്ചാൽ മതി. ഞാൻ പറഞ്ഞതറിയോ, കഴിഞ്ഞിട്ടും ചെയ്യാൻ ശ്രമിച്ചാൽ കഴിഞ്ഞിട്ട് പകുതി കൂലിയുള്ളൂ. അതായത് ഇരിക്കാന് പിന്നെ നിന്ന് നിസ്കരിക്കാന് കഴിഞ്ഞിട്ടും ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ പകുതി കൂലി കിട്ടുള്ളൂ. കഴിയാത്തവനെല്ലാം പറഞ്ഞത്, കഴിയുന്ന ഒരാള് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണ് ഹദീസ്. അപ്പൊ പരമാവധി ശ്രമിക്കാം നമുക്ക്. കാരണം നാളെ അള്ളാന്റെ കോടതിയിൽ വന്ന് സുജൂദ് ചെയ്യാൻ പറഞ്ഞാല്, ഇവിടെ സുജൂദ് ചെയ്യാത്ത ഒരാൾക്ക് നാളെ പരലോകത്ത് അള്ളാന്റെ മുമ്പില് തല കുനിക്കാൻ പറ്റൂല. ഞാൻ നിർത്തുകയാണ്.
നിങ്ങൾ കുഴങ്ങിയിട്ടില്ലെങ്കിലും ഞാനും കുഴങ്ങിയിട്ടില്ല, അൽഹംദുലില്ലാ. നമുക്ക് ഇൻഷാ അല്ലാഹ് അധികമാകാൻ പാടില്ലല്ലോ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോമ്പുമായി ബന്ധപ്പെട്ട്? ചോദിക്കണേ ചോദിക്കാം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥന കൂടി അവസാനിപ്പിക്കാം. കുറച്ച് റെസ്റ്റ് ഒക്കെ വേണ്ടല്ലേ? എന്തെങ്കിലും ചോദിക്കണേ ചോദിക്കാം. 70 ഖരീഫ 70 ദറ. ഓക്കെ. ഇതിപ്പോ എന്താ പറയുക, 70 എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ മാത്രമല്ല, എല്ലാവർക്കും ഒരേ മാതിരിയല്ല കൂലി കൊടുക്കുക. എനിക്കാണ് നോമ്പ്, ഞാൻ കരുതി എത്ര കൊടുക്കുന്ന ഹദീസില്. പിന്നെ 70 പറഞ്ഞ ഒരു ഹദീസിലുള്ളതാ, അത് നമുക്ക് പറയണല്ലോ. ചില കാര്യങ്ങൾ അങ്ങനെ കാണിച്ചു കൊടുക്കണല്ലോ. ആപ്പിള് കാണാത്തവന് ഒരു കോലം കാണിച്ചു കൊടുക്കണല്ലോ. അവര് ഏകദേശം ഒരു രൂപം കിട്ടാൻ വേണ്ടി പറഞ്ഞതാ. എല്ലാരും ഇപ്പൊ പ്രയാസപ്പെട്ട് രോഗിയായി, യാത്രയിലായി, കുറെ പ്രയാസപ്പെട്ട് ഒരാളും AC-ന്ന് ഇറങ്ങാതെ നോമ്പൊറ്റ ഒരാളും ഒരേലാണോ? എനിക്ക് കുറച്ച് പോരൊന്ന് കുട്ടിയാ പോരെന്ന് തരട്ടെ, നിങ്ങളോട് പ്രാർത്ഥിക്കണേ. അപ്പൊ എന്താ അറിയോ, നമ്മൾ പ്രയാസപ്പെടുന്ന, നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പോണേ ഒരു നട്ടുച്ച നേരത്തെ അല്ലേ തന്നെ പോകാൻ കഴിയില്ല. അത് പടച്ചോ നമുക്ക് ചെയ്യുന്ന നിഅമത്താണ്. അങ്ങനെ പറയണം, നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കണം, പായരല്ല പറയണത്. അപ്പം മാലിക് യൗമിദ്ദീൻ, പെണ്ണുങ്ങൾ പള്ളി പോയാല് കൂലി കിട്ടൂല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കൂലി കൊടുക്കുന്നത് വരാ ആരാ കൊടുക്കണത്? മാലിക് യൗമിദ്ദീൻ. സ്ത്രീകൾക്ക് പള്ളിയിൽ നിന്ന് കിട്ടേണ്ട വിഹിതം നിങ്ങൾ തടയാൻ പാടില്ല എന്ന് റസൂലിന്റെ ഹദീസ. ഇവരെന്താ, പെണ്ണുങ്ങൾ പള്ളിക്കും വരാൻ പാടില്ല, പ്രത്യേകിച്ച് മുജാഹിദുകളെ ഒരു ബാലും കേൾക്കാൻ പറ്റരുത്. ഒരു നന്നായാലോ? നിങ്ങൾ ആലോചിച്ചു, സമസ്ത എവിടെ കൂടിയാലും ഇതാ പറയുന്നത്. എന്താ കാരണം അറിയങ്ങള്? ഇവിടെ വന്നു കഴിഞ്ഞാല് തലച്ചോറ് പണയാൻ വെക്കാൻ പറ്റൂല. നമ്മൾ പറഞ്ഞ അതേമാതിരി ആരും എടുക്കണമെന്ന് പറയാറില്ല. മറ്റവിടെ നേതാവ് മുന്നത്തെ മാപ്പിള പറയും പോലെ, മുമ്പ് ഹരിജന് ജാഥ വിളിച്ചു, വൈദ്യുതിക്ക് വേണ്ടി വിളിക്കുക, ബാഗ് കേൾക്കണില്ല. ആ ബാഗത്തെ ആള് മുന്നത്തെ മാപ്പിള ചെല്ലും പോലെ ഞങ്ങൾക്ക് വേണം വള്ളിമ വിളിച്ചെന്ന് പറഞ്ഞാണ്ട് ഇന്നമാതിരി പറയൊന്നും വേണ്ട. കണ്ണും കാതും നാവും ഹൃദയവും നമ്മളോട് ചോദിക്കുക. നമ്മളെ ഏട് നമ്മളെ കയ്യിലായിരുക. നമ്മളെ നേതാക്കന്മാര് പഴപ്പിച്ചു, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കുന്നു പറയുമ്പോ നിനക്കുണ്ട് ഇരട്ടി എന്ന് പറഞ്ഞു. ഒരാള് പറഞ്ഞതുമില്ല, ഒരാള് പിന്നാലും പോണ്ട, അവനവന്റെ ബുദ്ധി പണയം വെക്കണ്ട. അള്ളാഹു പറഞ്ഞു സ്വീകരിക്കുക. അള്ളാഹു പറഞ്ഞ നിർദ്ദേശങ്ങള് ഒരാൾ തെളിവ് പറയുമ്പോൾ ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, പ്രവാചകന്റെ ശരിയുണ്ടോ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ തള്ളുക. ആളെ നോക്കണ്ട, തെളിവ് നോക്കി. നമ്മളെ ഉമർ മൗലവി എപ്പോഴും പറയാറില്ല, ആളെ നോക്കണ്ട, ഗ്രൂപ്പ് നോക്കണ്ട, വിഭാഗം നോക്കണ്ട, ചേരി നോക്കണ്ട. ആ പറഞ്ഞ കാര്യത്തിന് ദീനുമായി ഖുർആനുമായി യാതെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലെങ്കിലോ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ, എടുത്താണ്ട് എറിഞ്ഞാളി ഇങ്ങോട്ട് ആ മതിലിന്റെ അപ്പുറത്ത്. ഇതാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി. ഹദീസ് സ്വഹീഹാണെങ്കിൽ അതാണ് എന്റെ മദ്ഹബ്. എന്റെ ഹദീസ് പ്രവാചക വചനത്തിന് വിരുദ്ധമായി വന്നാൽ അണ്ട് എറിയാനാ പറഞ്ഞു. ഇതാണ് തന്റെ ഇടം. അല്ല ഞാൻ പറഞ്ഞ തന്നെ കേൾക്കണം എന്നല്ല. നമ്മള് ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ആലോചിക്കണേ, ആ ആയത്തില് സൂറത്തു നിസായില് യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നേതാക്കന്മാരെയും അനുസരിക്കണം. പക്ഷേ മതപരമായിട്ടുള്ള ഒരു വിഷയം വന്നാൽ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, മതപരമായ എന്തെങ്കിലും ഭിന്നതയോ വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അല്ലാഹുലേക്കും അള്ളാന്റെ റസൂലിലേക്കും മടക്കുക, നേതാക്കന്മാരിലേക്ക്. ആര് പറഞ്ഞിട്ടില്ല? ഖുർആൻ സുന്നത്തിന് നമ്മളെ നേതാക്കന്മാര് പറഞ്ഞാല് നമ്മൾ കേട്ടേ പറ്റൂ. അതിന് വിരുദ്ധമായി ഒരാള് പറഞ്ഞാലും ഇതാണ് ഇസ്ലാമിന്റെ ആദർശം, മുജാഹിദിന്റെ ആദർശം അതാണ്. അപ്പൊ അതിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുക, നമുക്ക് സ്വർഗം കിട്ടണം. ചേരിതിരിഞ്ഞ് വിഭാഗീയതയായി, കണ്ടാൽ മുണ്ടാത്ത പകയും കുശുമ്പും വിദ്വേഷവും വെറുപ്പുമായി
കഴിച്ചുകൂട്ടുക, ഷഹാദത്ത് കലിമ ചൊല്ലി. അങ്ങ് ആലോചിച്ച് റമളാനിലെ ഈ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നമ്മളെ മനസ്സിൽ ആരെക്കുറിച്ചും പകണ്ടാൻ പാടുണ്ടോ? വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും കർമ്മങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അള്ളാഹു തടഞ്ഞു വെക്കാൻ പറയും. ആരെങ്കിലുമായി ഷഹന ഉണ്ടെങ്കിൽ, ശത്രുത ഉണ്ടെങ്കിൽ. നിങ്ങൾക്ക് പറയാൻ കഴിച്ചോ? എനിക്കൊരാളോട് ശത്രുവല്ല, ഞാൻ ആരോടും പിണങ്ങി നിന്നിട്ടില്ല. അങ്ങനെ പറയട്ടെ എല്ലാവരും. ഉപ്പാനോട് മിണ്ടാത്തവര്, ഉമ്മാനോട് മിണ്ടാത്തവര്, ഭാര്യയുമായി അകന്നു നിൽക്കുന്നവര്, മക്കളുമായി അകന്നു നിൽക്കുന്ന ആളുകള്, മഹല്ലുമായി അകന്നു നിൽക്കുന്ന ആളുകള്, അയൽപക്കക്കാരുമായി അകന്നു നിൽക്കുന്ന ആള് പറയാൻ കഴിയോ? എല്ലാ കൊല്ലവും അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ ഏറ്റവും കൂടുതൽ നോമ്പ് ശഅബാനിൽ നോറ്റത്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കർമ്മങ്ങൾ ഉയർത്തുന്നു. പ്രവാചകൻ പറഞ്ഞു, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പുണ്ട്, ഞാൻ നോമ്പുകാരനായി എന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായെങ്കിൽ പിന്നെ എല്ലാ ദിവസവും അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തണം. ഏത് സമയത്തറിയെങ്കിൽ സുബൈയുടെ നേരത്തെ. ഇപ്പം അള്ളാഹു ഡേ ആൻഡ് നൈറ്റ് ഷിഫ്റ്റ് നമ്മൾ സാധാരണ പറയില്ലേ, പിന്നെ പകലത്തെ ഡ്യൂട്ടിയിലുള്ള മാലാകന്മാരും നമ്മൾ മനുഷ്യന്മാരെ ഡ്യൂട്ടി ആയിട്ടൊന്ന് കാണണ്ട. ഹദീസിലുള്ളത് അങ്ങനെ, രാവിലെ ഡ്യൂട്ടിയിലുള്ള മലായിക്കത്തുകളും രാത്രിയിൽ ഡ്യൂട്ടിയിൽ വരുന്ന മലായിക്കത്ത് രണ്ടും ഉണ്ടാവും. അസർ നിസ്കാരത്തില് പോയിട്ടില്ലട്ടോ ഇവിടെ ഉണ്ട്. ഇവര് ഇരിക്കുന്നുണ്ട്, ഈ റിപ്പോർട്ട് ചെയ്ത് പോകാൻ കാത്തിക്ക. മറ്റല്ലൂര് ഉള്ള റിപ്പോർട്ട് ചെയ്ത് മാലാകന്മാര് പോകാൻ കാത്തിക്ക. അവസാനത്തെ ആൾക്കാർ വരെ അതിന് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു പോകുള്ളൂ. അപ്പൊ നല്ല ചിന്തകളുമായി നല്ല പ്രാർത്ഥനയുമായി കർമ്മങ്ങളുമായി ഇന്ന് മലക്കൾ പോകും ഈ അസർ കഴിഞ്ഞിട്ട്. പിന്നെ ഒന്നോ സുബൈ. മുനാഫിക്കിന് ഏറ്റവും ഭാരമുള്ള രണ്ട് നിസ്കാരം ഇശാവും സുബൈ എന്ന് പറഞ്ഞു. അസർ ആലോചിക്കുക, നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ കടന്നു കഴിഞ്ഞാല് എണീക്കോ ആഫിളു അലസ്വലാത്തിൽ വുസ്ത. നിസ്കരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ട് 5 നേരത്തെ നമസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞു ആഫിളു അലസ്വലാത്തിൽ വുസ്ത. മധ്യമ നിസ്കാരം പ്രത്യേകം. ഏതാ മധ്യമം? അസറാണ്. അസർ കുറച്ച് പണി തന്നെ. ബിരിയാണി ഒക്കെ തിന്നാണ്ട് കടന്നാണ്ടല്ലോ ഒരു മയക്കുണ്ട്. പിന്നെ ഓളിങ്ങനെ തട്ടിയടേ മാരിഭാഗം കൊടുക്കാനായി നിശ്ചാനായില്ലേ എന്ന് ചോദിക്കുമ്പോഴാ അല്ലെ? സത്യം അങ്ങനല്ലേ? നന്നായി തിന്നാല് മയങ്ങി ഇങ്ങനെ കിടക്കണ്ടാവും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ മുമ്പിൽ ഇത്രയൊന്നും സംസാരിക്കാൻ കഴിയുന്ന പ്രതീക്ഷിച്ചതല്ല. അള്ളാഹു അതിനുള്ള അനുഗ്രഹം തന്നു. അൽഹംദുലില്ലാ. ഇനിയും നമുക്ക് കാണാനും സംസാരിക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താനും അവസരം കിട്ടുമെങ്കിൽ ഇനിയും ആകാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം സൂചിപ്പിക്കട്ടെ. ഞാന് നമ്മളെ നാട്ടിലെ മുണ്ടേരിന്റെ ഇപ്പുറത്തുള്ള മഹല്, തമ്പുരാട്ടിക്കല്ല് മഹലിന്റെ പ്രസിഡന്റാണ് ഞാൻ ആണെന്ന് പറയാനില്ല. അവിടെ കുറച്ച് കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും തന്നാല് ആ കടത്തൊക്കെ കൊടുക്കിയിരുന്നു. അതില് മറ്റുള്ള കമ്മീഷന്റെ മറ്റുള്ളതൊന്നുമില്ല. ഞാൻ റെസീറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതൊരു ഏർപ്പാടാക്കി മാറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും കൊടുങ്കാറ്റ് കണക്കെ ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ് രൂപത്തിലായിരുന്നു പ്രവാചകൻ പറയാ. വലിയ കൊടുങ്കാറ്റും ഗോനും കത്രിയൊന്നും വേണ്ട, ചെറുതെന്തിലൊക്കെ ഇങ്ങ് കഴിഞ്ഞ 100, 500, 1000 എന്താ കഴിഞ്ഞാല് അത് അതേ രൂപത്തിൽ നൽകും. അതിന് റെസീറ്റ് ഞാന് മൂപ്പർക്ക് അയച്ചും കൊടുക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ അതൊന്ന് കളക്ട് ചെയ്തേണ്ടേ. പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് നിങ്ങളെ കയ്യിൽ ഉണ്ടാവൂല എന്നറിയാം, എന്നാലും ഇൻഷാ അല്ലാഹ് ഉള്ളതൊക്കെ തട്ടിക്കൂട്ടി സ്വരൂപിച്ച് അണ്ണാറക്കണ്ണനും തന്നാലായത് അള്ളാന്റെ പള്ളിക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് കടണ്ട് അവിടെ, ആ കടങ്ങൾക്കും കട ഉണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് അതെല്ലാവരും ഒന്ന് സഹകരിക്കണം. ഞാൻ പിരിവിന് വേണ്ടി വന്നതല്ല, വന്ന കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ. കഴിയുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ദാനം നൽകി കഴിഞ്ഞാല് ആപത്തുകൾ ഉണ്ടാവില്ല. ആപത്തുകൾ തടയുന്ന നിങ്ങൾ യൂസുഫ് അലി ആ ഫ്ലൈറ്റിന്ന് വീണില്ലേ ഇന്ന്, ഹെലികോപ്റ്ററിന് എന്തെങ്കിലും സംഭവിച്ചോ? അദ്ദേഹം ചെയ്യുന്ന ഔദാര്യങ്ങൾ ആലോചിക്കണേ. ആര് ചോദിച്ചാലും എടുത്തെടുക്കും അല്ലെ? ആര് ചോദിച്ചാലും. മാത്രല്ല അത്ര വിനീതമായിട്ടുള്ള ഒരു ധനാഢ്യനെ അയാളെ പൊന്തിക്കാൻ വേണ്ടി പറഞ്ഞല്ല. അയാൾ സ്വഭാവം എന്താണ്? എന്റെ മുന്നിൽ തല കുനിക്കാൻ പാടില്ല, ആരെ മുമ്പിൽ കുനിക്കാൻ പാടുള്ളൂ. ഇതാണ് ഏറ്റവും വിനീതരായി മാറുന്ന പൈസ ഉള്ള ആൾക്കാർ. ഓലിങ്ങനെ വല്ല നടത്തും വല്ല പോക്കും ഇങ്ങനെ കണ്ടാണ്ടല്ലോ.
സലാം ആരോട് പാവപ്പെട്ട ആൾക്കൊരു സലാം പറയാനോ കൈ കൊടുക്കാനൊന്നും പൈസ ഉള്ള ആൾക്കാർ തയ്യാറാവില്ല. സമ്പന്നരായ ആളുകൾ ദരിദ്രന്മാരായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ച് 40 കൊല്ലം കഴിഞ്ഞിട്ടേ പൈസ ഉള്ളിൽ പോവുള്ളൂ. എങ്ങനെ പൈസ ഇല്ലാത്ത മുഴുവൻ ആളുകളും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ട് ചിക്കിലി കയ്യിലുള്ള പോവുള്ളൂ. ഇതിന്റെ ഇടപാടിന് പറയണം, മിൻ ഐന ഇക്തസബു, എവിടുന്ന് കിട്ടി എനിക്ക് പണം, എവിടെ ചെലവാക്കി. ഞാൻ പിരിവിന് വേണ്ടി പറഞ്ഞതല്ല. ഈ പരിശുദ്ധ റമളാൻ നമ്മളെ മനസ്സിൽ വേണം. നമ്മള് സദക്കയായി കൊടുത്ത മുതലാണ് നമ്മളെ മുതൽ. റസൂൽ ചോദിച്ചെന്താ അറിയോ, നിങ്ങളെ മുതലെയാണ് ഇഷ്ടപ്പെടുന്നത്, അതല്ല ആരാന്റെ മുതലിനെയാണോ? എന്ത് ചോദ്യ പ്രവാചകനെ. ഞങ്ങളെ മുതലല്ല, അത് ആരാന്റെ മുതൽ ഇഷ്ടപ്പെടുവോ? നിങ്ങൾ ജീവിതകാലത്ത് ബുദ്ധിയുള്ള, വിവേകമുള്ള, ബോധമുള്ള സമയത്ത് നീ ചെലവഴിച്ച മുതലാണ് നിന്റെ മുതൽ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വലിയൊരു സ്വതക്കയാണ്, ധർമ്മമാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രാരാബ്ദങ്ങളും എല്ലാം അകറ്റി ഇരുലോകത്തും സൗഖ്യവും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ എത്തിപ്പെടുന്ന യഥാർത്ഥ നോമ്പുകാരിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള രഹസ്യമായും പരസ്യമായും അതുപോലെ തന്നെ ചെയ്തതും ചെയ്യാത്തതുമായ എല്ലാ തെറ്റുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി കിടക്കുന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഉറ്റവർക്കും ഉടയവർക്കും നേതാക്കന്മാർക്കും നമ്മുടെ മഹലിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കി അതിനെ പരമാവധി ഉൾക്കൊള്ളുവാനും അസത്യത്തെയും അധർമ്മത്തെയും അന്യായത്തെയും ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ പരമാവധി വർജിക്കാനുമുള്ള മാനസിക കരുത്തും ഈമാനിക ആവേശവും നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലെ മുഴുവൻ കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള സാഹചര്യവും മാനസിക സന്നദ്ധതയും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമളാനിനെ അവഗണിച്ചുകൊണ്ട് ഏറ്റവും ദൗർഭാഗ്യവാന്മാരായി മാറുന്ന ആളുകളിൽ നിന്ന് അല്ലാഹു നമ്മെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار توفنا مسلما والحقنا بالصالحين ربنا أحينا على الكتاب والسنة ومتنا مع الإيمان والتوبة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
ربنا تقبل منا ربنا تقبل منا صيامنا ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا وتلاوتنا ومجالسنا وإفطارنا وسائر أعمالنا وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. السلام عليكم.